빔 삐빔 삐비비빔. 안녕하십니까? It's massive. Alright, what should everybody do right now? Subscribe to this YouTube channel. എനിക്കൊന്നും കേൾക്കണ്ട. അയാൾക്ക് എന്തിന്റെ കേടാ വെറുതെ എന്നെ പിടിച്ച് അങ്ങനത്തെ സ്ഥലത്ത് പറഞ്ഞു വിടാൻ? എടാ, നമുക്കറിയാം ഇത്രയൊക്കെ സംഭവിക്കുമെന്ന്. ഈ പെരുന്നാളിനും പൂരത്തിനൊക്കെ വിട്ടിട്ട് എന്ത് ന്യൂസ് കിട്ടാനാ? ആന 2 പിണ്ട് കിട്ടുന്നോ? അയാൾ പറയുന്നത് ആൾക്കാർ കൂടുന്നിടത്ത് ഏറ്റവും നല്ല ന്യൂസ് കിട്ടുന്ന അത് ആൾക്കാർക്ക് കൂടി തോന്നുന്നുണ്ട്. എന്തോ എനിക്കറിയാൻ പാടില്ല. വല്ല ന്യൂസ് ഉണ്ടാക്കി പഠിച്ചിടുന്നേ. ഞാൻ അതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ഈ ജേർണലിസം ഡിഗ്രി എടുത്തേ. ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം പോലെയാണല്ലോ എടുത്തത്. എടാ, എല്ലാ ജേർണലിസ്റ്റ് ഈ ഫീൽഡിൽ ആദ്യമൊക്കെ ഇമ്പാക്ട്ഫുൾ ആവാൻ വേണ്ടി ഒരുങ്ങിക്കിട്ട് വരുന്നത് തന്നെയാ. റിയാലിറ്റി പക്ഷേ ഒരിക്കലും അങ്ങനെയേ അല്ല. എല്ലാവരും ഇതുപോലെ തിക്കിലും തിരക്കിലും പോയി ആൾക്കാരുടെ ഗോസിപ്സ് ന്യൂസ് ആയിട്ട് അങ്ങ് എഴുതും. ഇങ്ങനത്തെ ന്യൂസൊക്കെ വായിക്കാൻ എത്ര പേരുണ്ടാവാന്നറിയോ? ഇങ്ങനെ റീച്ച് കിട്ടിയ ഞാനടക്കം ഇപ്പൊ ഈ ലെവലിലെത്തി. വെറുതെ അല്ല നാട്ടുകാർക്ക് ഇപ്പൊ ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോ ഇത്ര പുച്ഛം. പണ്ടൊക്കെ ഈ ജോലി കേൾക്കുമ്പോ തന്നെ ഒരു അഭിമാനമായിരുന്നു. ഇപ്പൊ ഈ ജോലി പറയുന്നതേ അപമാനം. വന്ന് ഏതോ പക്ഷിയുടെ പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ഏതാന്ന് പോലും അറിയില്ല. പക്ഷി? ഏതോ പച്ചക്കുയിലോ ചോന്നവിലോ അങ്ങനെ എന്തോ. അത് അവരും നമ്മളും തമ്മിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതെന്താ? നമ്മൾ ചാനൽ വഴി വെറുപ്പിക്കും, അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി. അത്രേ ഉള്ളൂ. അത് ശരിയാ. ഞാൻ സ്ഥലത്തെത്തി. ശരിയെന്നാ. വരണം ജിമ്മി. എന്താ സാർ വിളിച്ചത്? തനിക്കൊരു നല്ല വർക്കുണ്ട്. നല്ല പള്ളിപ്പെരുന്നാളിന്റെ പിക്ചർ എടുത്തു കൊടുക്കാനായിരിക്കും. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ ഫോർ അവർ മാഗസിൻ. മാഗസിനോ? അതിനോട് തനിക്ക് പറ്റില്ലേ? അല്ല, ആരുടെ ആയിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോ കണ്ട ഒരു പോസ്റ്റാണ്. ഹാപ്പി 6th year anniversary to us. ഈ കപ്പിളിനെ പോയി ഇന്റർവ്യൂ ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതും ആപ്പ് ഇന്റർവ്യൂ അല്ല, അവരുടെ കൂടെ ഒരാഴ്ച നിന്ന് പതിയാറിന് എഴുതിയാൽ മതി. നിക്കാനോ? അത് ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റ കപ്പിളാണ്. കാര്യം അവർ റീൽസിനും പോസ്റ്റ് ചെയ്യാറില്ലെങ്കിലും ഇങ്ങനത്തെ അല്ലറ പോസ്റ്റിനൊക്കെ ഭയങ്കര ലൈക്കാ. അതുകൊണ്ട് നമ്മളൊരു ഇന്റർവ്യൂ നേർക്കുവാണ്. പിന്നെ റീച്ചും വ്യൂസും പാഞ്ഞെത്തും. എന്നാലും സാർ, രണ്ടുപേരുടെ പ്രൈവസി. താനോ ഒന്നും പറയണ്ട. അവരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് ഞാൻ തന്നോട് ചോദിച്ചത്. ഏതോ ഒറ്റ ഒരാളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഒരാഴ്ച എന്നാ 80,000 രൂപ ലക്ഷം. തനിക്ക് വേണ്ടല്ലേ? അയ്യോ സാറേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എപ്പോ പോണം? നാളെ തന്നെ പോയേക്കാം. ഇപ്പൊ പോണം? വേണ്ട, നെക്സ്റ്റ് വീക്കോട്ട് പോയാ മതി. മതി, അത് മതിയല്ലോ. എന്നാ ഇപ്പൊ താൻ പോയി കോഫി ഉണ്ടോ? വേഗം. താങ്ക് യു സർ. തരവണ്ട അപ്പ തുടങ്ങും അയാളുടെ അമ്മയുടെ ഒരു കോഫി. ആരത്? ഇന്നും കണക്കിന് കിട്ടിയതുപോലെ ഉണ്ടല്ലോ. അത്ര കിട്ടിയില്ല. പിന്നെ താങ്കളുടെ റെക്കമെൻഡേഷനെ കുറിച്ചും കേട്ടു. അത് കാര്യാക്കണ്ട. നീ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു പുഷ് കൊടുത്തു. താങ്ക് യു യദു. എന്തായാലും നിനക്ക് നല്ലൊരു ഡീലല്ലേ കിട്ടിയത്. എൻജോയ്. ഈ കോഫി എടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. ഓക്കെടാ, ബൈ. ജിമ്മി, ഇന്ന് പുതിയ SP ചാർജ് എടുക്കുന്നുണ്ട്. അയാളുടെ പേര് ഗിരിധർ രാജഗോപാൽ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഒരു ഇന്റർവ്യൂ എടുത്തരും. ഇങ്ങനെ ഭ്രാന്തായോ? നല്ല വർക്കൊക്കെ തരാൻ തുടങ്ങിയല്ലോ. സാർ പോയേക്കാം. അത് എനിക്ക് നിന്നെ വീണ്ടും ആരുടെ പോസ്റ്റിൽ ലൈക്ക് ചെയ്തിട്ടാണ്. അതുകൂടി എഴുതിക്കോ, കുറച്ച് വ്യൂസ് കിട്ടട്ടെ.
എവിടുന്ന് ഇയാളെ പഴയ പോലെ തന്നെ ചെയ്തേക്കാം സാർ. എന്താടോ? അത് SP സാറിനെ ഒന്ന് കാണാനായിരുന്നു. താനാരാ? ഞാൻ HEQ ന്യൂസിൽ നിന്നാ സാറിന്റെ ആർട്ടിക്കിൾ ഇന്റർവ്യൂ എടുക്കാൻ. ആ പുള്ളി റൗണ്ട്സിന് പോയേക്കുവാ. ഒരു മണിക്കൂർ കൊണ്ട് വരുമായിരിക്കും. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. പ്രഭാകർ ഇന്നത്തെ അപ്പോയിന്റ്മെന്റ്സിനെ ഉള്ളിൽ പറഞ്ഞിട്ടേരെ. ഓൾസോ 2019 ഉണ്ടായ പെഡസ്ട്രിയൻ ആക്സിഡന്റ് കേസില്ലേ, അതിന്റെ ഫയൽസും വേണം. സാറേ അത് കൊറേ ഇല്ലേ? തെളിയിക്കാൻ പറ്റാത്ത കേസ്. സാറേ ആ ഇടിക്കപ്പെട്ട ആളിനി മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. തെളിവും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ചില്ലറ കേസൊക്കെ ഇൻസ്പെക്ടേഴ്സ് നോക്കില്ലായിരുന്നോ? പ്രഭാകര, ആ ഇടിക്കപ്പെട്ടയാള് ചിലപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇടിച്ചവൻ ഇപ്പോഴാലും തിരിഞ്ഞു നടപ്പുണ്ട്. നാളെ പ്രഭാകരേട്ടന്റെ മോളെ പോയി അയാൾ ഇടിച്ചാലോ? സാർ അത് കൊണ്ടല്ലേ. പിന്നെ ഞാൻ ഇൻസ്പെക്ടറിന്റെ പണി, CIയുടെ പണി ഒന്നും എടുക്കാനല്ല, ഒരു പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. ഫയൽ എടുത്തിട്ട് ക്യാബിനിൽ വാ, വെയിറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ. 2017 ചാർജ് എടുത്ത് 9 കൊല്ലത്തിന് 20 ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പറയാൻ വരുന്നു. അമ്മേ, സിനിമയെ കാണുന്ന ഹീറോ പോലീസ് പോലെയുണ്ട്. താൻ ചെല്ലും. ഋഷി വരൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, കമിൻ. ഞാൻ HEQ ന്യൂസിൽ നിന്ന് വന്നതാണ്. സാറിന്റെ ഇന്റർവ്യൂ ഒന്ന് എടുക്കാനായിരുന്നു. എന്റെ ഇന്റർവ്യൂ? ശരിയാ. 9 കൊല്ലത്തിനിടെ കയ്യിൽ എണ്ണാവുന്നതിനും കൊടുത്ത ട്രാൻസ്ഫർ വാങ്ങിച്ചതിന്റെ റെക്കോർഡ് ഹോൾഡ് അതുണ്ട്. 20 കൊല്ലത്തിനിടെ കൊലപാതക കുറ്റാരോപിതനായ പോലീസുകാർക്ക് മെഡൽ കിട്ടുന്ന ഈ നാട്ടില് സാറിന് ഇത്രയും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടി സാർ ഒരു ശരി ചെയ്യുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം? മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ ഡോക്ടർ. പക്ഷെ എത്ര കാലായി ഈ സ്ഥിതിയില്? എടോ, മനുഷ്യ ശരീരല്ലേ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. താൻ പേടിക്കാടെ. ചിലപ്പോ നാളെ എന്ന് പറഞ്ഞ പോലെ താൻ നടന്നാലും. താനാണ് കൊള്ളാലും. പൊതുവെ മാമാ പണിക്ക് പോകുന്ന ജേർണലിസ്റ്റുകളെ അപേക്ഷിച്ച് ചെറിയൊരു മാറ്റം ഞാൻ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് യു ആർ ഗ്രാന്റഡ് ഫോർ എൻ ഇന്റർവ്യൂ. താങ്ക് യു സർ. അമ്മ. ഓ, പിച്ചക്കാര് ഒരു ഇതിനേക്കാൾ സ്റ്റാൻഡേർഡോട് വിളിക്കും. കമാ കമാ. മാതാശ്രീ, എന്ത് പറ്റി? നീ കറന്റ് വിളിച്ചോടാ. ഏത്? അടിപൊളി. മര്യാദക്ക് പോയി അടിച്ചോ. അല്ലെ നാളെ മോനെ ഉറങ്ങാൻ പോണില്ല. അതെന്നാ? KCB-ക്കാര് ഫ്യൂസ് ഊരിട്ടു. അപ്പൊ AC ഒന്നും ഉണ്ടാവില്ല. തമാശയാണോ? ചെയ്യണോ? അല്ല, നീ തലയും കുത്തി നിക്ക്. പോയി കൊടുക്കടാ. ഫുഡ് എടുക്കട്ടെ? ഋഷി, എന്ത് പറ്റിയാടാ? എനിക്ക് നീ കേട്ടതല്ലേ ഡോക്ടർ പറഞ്ഞത്? കേട്ടു. എന്തേ, നീ നടക്കുമെന്നല്ലേ പറഞ്ഞേ? ആ ആക്സിഡന്റ് നടന്നിട്ട് 6 കൊല്ലത്തോളായി. അന്ന് തൊട്ടേ ആ ഡോക്ടർ പറയുന്നുണ്ട് നടക്കുമെന്ന്. ഇനി എത്ര കാലം ഞാൻ ഇത് കേൾക്കണം? ഋഷി, നിന്റെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. എടാ, നമ്മൾ ഇവൻച്വലി അവിടെ എത്തും. നിന്റെ കൂടെ ഞാനില്ലേ? നിനക്കെന്നെ മടുക്കുന്നില്ലേ പാർത്തി? 5 കൊല്ലം എന്നെ നോക്കി നിനക്ക് മതിയായില്ലേ? നിന്റെ ഏറ്റവും വലിയ താഴ്ചയുടെ സമയം തൊട്ടേ നിന്നെ ആഗ്രഹിച്ചവനാ ഞാൻ. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്നെ മതിയാവുമെന്ന്? What is the thing that you love in me? You being dependent upon me. ചിന്തകളൊക്കെ മാറ്റാൻ നമുക്ക് കുളിക്കണ്ടേ? What about this? ഇപ്പോഴോ? Why not? ഋഷി, ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ നമ്മള്. This is not good. But no buts. You know, sex is only safe at the bed, right? എന്താ ഋഷു? എനിക്ക് നടക്കാൻ പറ്റിയെന്ന് എനിക്ക് എങ്ങനെയൊക്കെ നിനക്കെന്നെ. Aren't you happy with whatever is happening between us? I'm happy, but നീ അല്ല എപ്പോഴും എന്നെ ഹാൻഡിൽ ചെയ്യണേ. I know you want to be taken care of.
ആര് പറഞ്ഞു നീ എന്നെ ചെയ്യുന്നില്ല എന്ന്? നിനക്ക് പറ്റാവുന്നിടത്തോളം നീ എന്റെ സെക്ഷൽ ഡിസൈർസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. യു ഓൾവേസ് മേക്ക് മീ റീച്ച് അറ്റ് മൈ ക്ലൈമാക്സ്. അതിനുശേഷം ഞാൻ തളർന്നു പോകുമ്പോൾ എന്നെ ചേർത്ത് കെടുത്തുന്നത് നീയല്ലേ? നിന്റെ നെഞ്ചിലല്ലേ ഞാൻ കിടന്നുറങ്ങാറ്? നീയല്ലേ എന്നെ തലോടി മയക്കാറ്? അതൊക്കെ സാധാരണ ചെയ്യുന്നതല്ലേ? ആര് പറഞ്ഞു? ഇത്രയ്ക്കൊന്നും കൂടുതൽ പേരും ചെയ്യില്ല. ആണോ? So, I love you. Yes, you do love me. കുളിക്കാലോ ഒരുമിച്ച്? ഋഷി, I missed our bathtub sessions. നീ എന്റെ മടിയിൽ കിടക്കുന്നത് കാണാനേ ഒരു ഭംഗിയാ. അപ്പൊ ബബിൾ ബാത്ത് പ്രിപ്പയർ ചെയ്യണം. ഞാൻ റെഡിയാക്കട്ടെ. ഇതാണ് ബാത്ത് ഞാൻ ഒഴിവാക്കണേ. ഭയങ്കര സുഷ്കാന്തി ആട്ടോ എനിക്ക്. അതിന് ബാത്ത് പേടി നിർത്തിയെന്ന് ആര് പറഞ്ഞു? അമ്മ, എനിക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. സാലറിയുടെ കൂടെ 80,000 കൂടെ കിട്ടും. 80,000? വല്ല ക്രിമിനലിനെ ചോദ്യം ചെയ്യാനാണോടാ? അല്ല, ഇത് കപ്പിൾസിന്റെ ഇന്റർവ്യൂ എടുക്കാനോ. അങ്ങനെയാണെ പൊക്കോ. 80,000 ചെറിയ വിലയൊന്നുമല്ലല്ലോ. അതെ, പക്ഷെ കാര്യം ഒരാഴ്ച ഞാൻ അവരുടെ കൂടെ നിൽക്കണം. അയ്യേ, അതല്ല, അവരുടെ വീട്ടിൽ അവർ ഇണങ്ങുന്നതും അവരുടെ ലവ് സ്റ്റോറിയും ഒക്കെ പകർത്തിയെടുക്കാൻ വേണ്ടിട്ടാ. ഏത് കപ്പിൾ? ഒരു ഋഷി പാർത്ഥിവ് അക്കൗണ്ടുള്ള കപ്പിൾ. ഓ, ഇവര്. ഞാൻ ഇവരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. നല്ല ചർച്ചയായിരുന്നു. അപ്പോ ഇന്റർനെറ്റ് സ്റ്റാർസിനെ കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം. അവരുടെ ലവ് സ്റ്റോറി അതൊക്കെ. ഒരാള് പാരലൈസ്ഡും കൂടിയാണ്. അപ്പോ കുറച്ചുകൂടെ സപ്പോർട്ടും കിട്ടും. എന്നാലും ഇതിന് നിനക്ക് 80,000 എങ്ങനെ? അത് ഇവരാർക്കും ഡേറ്റ് ഒന്നും കൊടുത്തില്ല. നമ്മുടെ മീഡിയ ടീമിനോടാ ഇവര് ഫസ്റ്റ് ഓക്കെ പറഞ്ഞത്. സോയാ, നല്ല വ്യൂസ് ആൻഡ് റീച്ച്. അതുകൊണ്ട് 80,000. ഇവർക്ക് കിട്ടുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോ 80,000 ഒന്നും അല്ല. അവർക്ക് നിന്നെ കിട്ടിയുള്ളൂ എടുക്കാൻ. അതെന്നെ അമ്മ അങ്ങനെ ഒരു ടോക്ക്. അല്ല, പണ്ട് കസിൻസിന്റെ വീട്ടില് ഒരു ദിവസത്തേക്ക് രാത്രി നിന്നപ്പോ പേടിച്ചിരിച്ചുകൊണ്ടിയാനാ നീ ഇവരുടെ കൂടെ ഒരാഴ്ച നിൽക്കാനോ? മമ്മി, ഈ നേരത്ത് ഒരു ഡെലിവറി മാൻ ആയിരിക്കും. നോക്കട്ടെ. മമ്മി പറഞ്ഞത് ശരിയാ. എങ്ങനെ ഞാൻ എത്ര ദിവസം മാറി താമസിക്കാം? ആരാ അമ്മി? അത് അഡ്രസ് മാറിപ്പോയത്. അപ്പുറത്തെ വീട്ടിലേക്കുള്ള അഡ്രസ്സിൽ വന്ന കൊറിയർ. എനിക്കെന്തോ പറയാനുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്ക് നിന്നെ മനസ്സിലാവില്ലേ? നിന്റെ ഒരു ഹാർട്ട് ബീറ്റ് പോലും ഞാൻ നോട്ടീസ് ചെയ്യും. പറ, എന്താ? അത് നമ്മുടെ കൂടെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഒരാഴ്ച നിൽക്കാൻ ഒരാള് വരുന്നുണ്ട്. ആര്? മറ്റേ ഇന്റർവ്യൂ. ഓ, ഋഷി. ഇൻസ്റ്റയിൽ നമുക്ക് റീച്ച് കൂടുന്നുണ്ട്. ഒരു വീഡിയോസും സ്വൈര്യം തരണില്ല. ആകെ നല്ലതായിട്ട് തോന്നിയതാ. നിനക്ക് എന്തെങ്കിലും? എനിക്കെന്താടാ? ഒരു പ്രോബ്ലം ഇല്ല. നിനക്ക് കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്കെന്താ? ഒരു കുഴപ്പമില്ല. സൂക്ഷിച്ചു പോയേക്കണേടാ. ഓ, ശരി. അയ്യോ മോനെ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇവരെന്തിനാ ഇപ്പൊ ഓടിയ? വല്ല കണ്ണടയും കൊള്ളാണ്ടിരിക്കാനായിരിക്കും. നല്ല കാര്യത്തിന് പോവല്ലേ? ഇതാ. എന്താ ഇത്? ഇത് നികുതി ഷീറ്റ്. പോകുന്ന വഴി നടക്കണേ. പിന്നെ അതിന്റെ ഇടയില് പച്ചക്കറി ലിസ്റ്റ് ഉണ്ട്. ആ മുല്ലാക്കാരുടെ കടയിൽ കൊടുത്താൽ മതി. പൈസയും അത് ഞാൻ വന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ. ഈ തള്ളേന്ന് കൂടുതൽ നിന്നും പ്രതീക്ഷിക്കരുതായിരുന്നു. എന്റെ തെറ്റ്. ഇതെന്താ മണിച്ചിത്രത്താഴുള്ള കൊട്ടാരം പോലെ ഉണ്ടല്ലോ.
ആരാ? ഞാൻ വന്ന് ഇന്റർവ്യൂർ. ഓ, കമൻ. ലഗേജ് ഒക്കെ ഇത്രയേ ഉള്ളോ? ആ, തന്റെ പേരെന്തായിരുന്നു? ജിമ്മി തോമസ്. ഹാ, ജിമ്മി, ഇരിക്കൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അയ്യോ, അത് വേണമെന്നില്ല. ഒരു ചായ പോലും തരാതെ എങ്ങനെയാ? ആ, ആരായിരിക്കും ഋഷി? ആരായിരിക്കും പാർത്തി? ജിമ്മി, ആ, താൻ ഋഷിയോ അല്ലേ? ഞാൻ പാർത്ഥിവ് ശിവ. എന്റെ ഭർത്താവാണ് ഋഷിവർദ്ധൻ. ഓ, ഇതാ ചായ കുടിക്കും. ആ, ഋഷിയെ കണ്ടില്ലല്ലോ. ആള് മയക്കത്തില്ല. ഇപ്പോഴൊരു ടാബ്ലറ്റ് കഴിച്ചതിന്റെ എഫക്റ്റില്ല. ഓ, ഈ വീട് ഫുള്ള് നിങ്ങൾ രണ്ടാളും മാത്രമേ നോക്കി നടത്താറുള്ളൂ? 4 ദിവസത്തിലൊരിക്കൽ ഒരു ചേച്ചി വന്ന് വൃത്തിയാക്കിയിട്ട് പോകും. അല്ലാതെ അങ്ങനെയൊന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ മാത്രം ലോകം അല്ലേ? അങ്ങനെ വേണമെങ്കിലും പറയാം. ബാക്കി ചോദ്യങ്ങൾ പതിയെ ഇന്റർവ്യൂ പോലെ ചെയ്യാം അല്ലേ? അത് പറഞ്ഞപ്പോഴാ, ഈ പിക്സ്, വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ക്യാമറമാൻ വന്ന് എടുക്കും. അല്ലാത്ത പക്ഷം എന്റെ നോട്ട് പാഡ് പ്ലസ് റെക്കോർഡറിൽ ഞാൻ ചോദിക്കുന്നതും അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഞാൻ എഴുതിയും സേവ് ചെയ്തും വെക്കും. ഇതൊക്കെ നമ്മുടെ മാഗസിൻസ് പ്ലസ് ഇന്റർനെറ്റ് ഔട്ട്ലെറ്റ്സിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഒരാഴ്ച നമ്മൾ അണ്ടർ ഒബ്സർവേഷൻ. ക്രിമിനൽസ് അല്ലേ അണ്ടർ ഒബ്സർവേഷനിലാവുന്നുള്ളൂ? അല്ലെങ്കിൽ താനുള്ള ക്രൈമും ചെയ്തോ? ചെയ്തിട്ടുണ്ട്. I stole my man's heart. ഓ ഓ, ഞാൻ വിചാരിച്ചു. താൻ വിശ്വസിച്ചോ? Come on man, ഇതൊക്കെ ഫണ്ണല്ലേ? ഡെഫിനറ്റ്ലി ഫണി. ആരാ അവിടെ? ഋഷി എഴുന്നേറ്റതാ. ഞാൻ റെഡിയാക്കിയിട്ട് വരാം. ജിമ്മി ചായ കുടിക്കും. ആരാ പാർത്തി? മറന്നു ആ ഇന്റർവ്യൂ? ഓ, അവര്? അല്ല, എന്താ ഉറക്കം തെളിഞ്ഞ്? ഈ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ എഴുന്നേറ്റതാ. എന്നാലും ഋഷി അങ്ങനെ എഴുന്നേൽക്കാറില്ലല്ലോ. അയ്യോ എന്റെ പാർത്തി, ഗസ്റ്റ് വന്നിരിക്കല്ലേ, എന്റെ ഡ്രസ്സൊക്കെ മാറ്റ്. ശരിയാ, കാഷ്വൽസ് പോരെ? മതി. ഹലോ മിസ്റ്റർ. മൈസെൽഫ് ജിമ്മി തോമസ്. ഞാൻ ഋഷിവർദ്ധൻ. പാർത്ഥിവ് പറഞ്ഞായിരുന്നു. ഓ, നിങ്ങള് പരിചയപ്പെട്ടോ? ഇല്ല, അതിനാണല്ലോ ഞാൻ ഈ ഭാണ്ഡക്കെട്ടുമായിട്ട് വന്നേക്കുന്നത്. ഇനിയും ഒരു വീക്ക് ഉണ്ടല്ലോ പരിചയപ്പെടാം. ശരിയാ. പാർത്തി, ഇയാൾക്ക് എന്തെങ്കിലും? അയ്യോ, ചായ തന്നു, ഉഗ്രനായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കുക. ജിമ്മിക്കുള്ള റൂം അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ. നമ്മുടെ വിശേഷങ്ങളല്ലേ റെക്കോർഡ് ചെയ്യാനുള്ളൂ. ജിമ്മിയുടെ കാര്യങ്ങൾ പറയും. ഞാൻ പത്തനംതിട്ട എന്നാണ്, ബട്ട് എറണാകുളത്തിൽ സെറ്റിൽഡ് ആണ് ഫോർ ദി പ്രൊഫഷൻ. വീട്ടിൽ എനിക്ക് അമ്മയുണ്ട്. അച്ഛൻ 5 വർഷം മുന്നേ ക്യാൻസർ കാരണം പോയി. ബട്ട് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ഞാനും അമ്മയും ഇപ്പൊ നിൽക്കുന്നു. ഓ, അപ്പൊ ജിമ്മി ഫുൾ ടൈം ജേർണലിസ്റ്റ് ആണ്. ഇനി ടിവിയിൽ ആങ്കറിങ് അതൊന്നും ഇല്ലേ? അത് വേറെ, ഇത് വേറെ. എനിക്ക് സമൂഹത്തിലെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു നീതിമാനായ ഒരു ജേർണലിസ്റ്റ് ആവാനാണ് താല്പര്യം. ഈ വാർത്തകൾ വായിച്ചിരുന്ന അങ്ങ് ഇരുന്നു പോകും. പിന്നെ ഞാൻ ക്യാമറ ഷൈ കൂടിയാണ്. സോ ന്യൂസ് ആങ്കറായ ഞാൻ എപ്പോഴേ മിസ്സാക്കി എന്ന് ചോദിച്ചാൽ മതി. അത് കൊള്ളാം. അതെന്താ? ഓ, അതെന്റെ മെഡിറ്റേഷൻ അലാറാ. ഇപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കേണ്ട സമയം. അപ്പോ അലാം അടിച്ചതാവും. ഓ, ഋഷി, സംസാരമൊക്കെ പിന്നെ പോയി മെഡിറ്റേഷൻ ചെയ്ത്. ഞാൻ പോവാം. ഞാൻ പോട്ടെ. ആളിന്റെ ഹെൽത്ത് ടൈമിങ്ങിൽ കുറച്ച് കർക്കശക്കാരനാണ്. ശരി, ഞാൻ ശല്യാവുന്നില്ല. ശരി. ജിമ്മി, ആ മേലത്തെ ഫ്ലോറിൽ ലെഫ്റ്റ് കാണുന്ന ഫസ്റ്റ് റൂമാണ് തന്റെ റൂം. ഓക്കെ. പിന്നെ ഡിന്നർ ഒന്നും വേണ്ട കേട്ടോ, നല്ല യാത്രാക്ഷീണമുണ്ട്. സോ ഉറങ്ങാൻ പോവാണ്.
ബാത്റൂമിൽ സോപ്പ്, ഹാൻഡ് വാഷ്, ടവല് വേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ എന്നാ പോട്ടെ. ഗുഡ് മോർണിംഗ് ജിമ്മി. ഗുഡ് മോർണിംഗ്. പാർത്തി, ആടാ? ഈ വീട്ടില് നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ? വേറെ ആരും ഇല്ലാന്ന് ഉറപ്പല്ലേ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇന്നലെ ആരോ പതിയെ മേലെ കൂടെ നടക്കുന്നത് ഫീൽ ചെയ്തു. അത് ചോദിക്കുന്നുണ്ട് കൊണ്ടൊന്നും തോന്നരുത്. താൻ വീട് മാറി നിന്നിട്ടുണ്ടോ? അതെന്നാ? ഇവിടെ വന്നവരിൽ വെച്ച് വീട് മാറി നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. തോന്നി. അത് സാരല്ല. ഈ വീടിന്റെ മൊത്തത്തിലൊരു വൈബ് ഡാർക്ക് ആയതുകൊണ്ട് അങ്ങനെ തോന്നിയായിരിക്കും. ശരിയാ, മൊത്തത്തില് ഒരു ആഡം ജോൺ വൈബ് ഉണ്ട് ഈ വീടിന്. ഭയങ്കര സ്പെസിഫിക് ഫിലിമായി പോയല്ലോ. പറയാൻ പറ്റില്ല. ഇനി താൻ വല്ലതും എന്നെ പിടിച്ച് ബലി കൊടുക്കുവോ? താൻ എവിടുന്ന് വരുന്നെന്നാ പറഞ്ഞ? പത്തനംതിട്ട. അതെ, ഞാൻ തന്നെ ബലി കൊടുക്കും. വേണ്ടായിരുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാമാണോ? അല്ല, ഫിസിയോതെറാപ്പി. അപ്പോ താൻ ഋഷിയെ കൊണ്ടുപോവോ? ഇല്ല, ഞാനാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അതെങ്ങനെ ശരിയാവും? മാഷെ, ഞാൻ നഴ്സാണ്. അതുകൊണ്ടല്ലേ ഋഷിയുടെ എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകണേ. അപ്പൊ താൻ നേഴ്സായിരുന്നോ? പക്ഷെ ഹോസ്പിറ്റൽ? ഇല്ല, ഋഷിയെ നോക്കേണ്ടത് കൊണ്ട് നോ ഹോസ്പിറ്റൽസ്. അപ്പൊ ക്യാഷ്? വി ഗോട്ട് ജനറേഷൻ വെൽത്ത് ആൻഡ് സോഷ്യൽ മീഡിയ. സോ യാ. ഓ, അപ്പൊ ഒരു അക്കൗണ്ട് തുടങ്ങിയ എനിക്കും ജോലിക്ക് പോകണ്ട അല്ലേ? അല്ല, കഴിവും കൂടി വേണം. ഞാൻ പോട്ടെ. Another day went by. No change. ഋഷി, നിന്റെ മൈൻഡ് സെറ്റ് തന്നെയാ കേട്ടോ. ലുക്ക് അറ്റ് ദിസ് മിറർ. ഋഷി നടന്നാലും നടന്നില്ലെങ്കിലും എന്നും എനിക്ക് പ്രിയപ്പെട്ടതാ. വാ, നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. എല്ലാം ഓക്കെ അല്ലേ? അതെ. ഋഷി? യെസ്. ഈ കേസില് പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതിനൊരു തെളിവുമില്ല. വ്യക്തിയാണ് സഹകരിക്കുകയില്ല. ഇതിപ്പോ എങ്ങനെ കേസ് പോകും? എന്താ സാർ? പ്രഭാകർ സാറിന് അന്നത്തെ ആക്സിഡന്റ് കേസിനെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? എന്ത്? ഈ ഫയലില്ലാത്ത എന്തെങ്കിലും? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ സോ ഇന്റർനെറ്റിൽ അറിയപ്പെടുന്ന ദമ്പതിമാരിൽ ഒന്നാണ് നിങ്ങൾ, ഋഷി പാർത്ഥേവ്. പ്രേക്ഷകർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ പാർത്ഥിവ് ശിവ. ഞാൻ സാറിനു ഇപ്പോ ഋഷിയുടെ പാർട്ട്ണറാണ്. അതെന്താ, ഋഷിയുടെ പാർട്ട്ണർ ഒരു ജോലിയാണോ? ഞാൻ സായിരുന്നു ഇപ്പൊ ഋഷിയുടെ പാർട്ട്ണർ. അയ്യോ, അങ്ങനെയല്ല. ഋഷിയുമായുള്ള വിവാഹത്തിന് ശേഷം ഋഷിയിലേക്ക് എനിക്ക് മുഴുവൻ ഫോക്കസ് കൊണ്ടുവരണമെന്ന് തോന്നി. അപ്പോ ഋഷിയുടെ പാർട്ട്ണറാവാൻ ഞാൻ ചൂസ് ചെയ്തു. ഓ അങ്ങനെ. വാട്ട് അബൌട്ട് ഋഷി? ഞാൻ ഋഷി വെത്തൻ. ഞാനൊരു അത്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഗെയിമിംഗ് പ്ലസ് ടെൽസെക്കോപ്സ് അതുമായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഋഷി എഞ്ചിനീയർ ഫീൽഡ്, പാർത്തി ഹെൽത്ത് കെയർ ഫീൽഡ് അല്ലേ? അതെ. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എന്താണ് ഋഷിക്ക് സംഭവിച്ചത്? പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാ. ഒരു ആക്സിഡന്റ് അറൌണ്ട് 6 to 7 years ബാക്ക്. ഞാൻ പാർട്ടി കഴിഞ്ഞ് ക്ലബിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഒരു കാർ അടിച്ചിട്ട് പോയി. അന്നേരം ആരൊക്കെയോ വന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് എന്റെ ജീവനെങ്കിലും എനിക്ക് കിട്ടി. അപ്പോ നിങ്ങളെ ഇടിച്ചയാളെ കണ്ടു കിട്ടിയില്ലേ? ഇല്ല, നമുക്ക് വേറെ സംസാരിക്കാം. ഓക്കെ. പ്രഭാകരന്റെ സ്ഥലത്തേക്ക് പോവാണ്. ഇത് നിന്റെ വീടായിരുന്നു. എന്താ? അകത്തേക്ക് കയറി വരട്ടെ? അന്യരെ ഞാൻ അകത്ത് കയറ്റാറില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ താനിപ്പോ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. വന്നിട്ട് പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ചോദ്യം ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലെ കണ്ടോ, കെട്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരും. പഴയ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും ഗിരി സാർ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. ആളെ നന്നാക്കേണ്ട തിരക്കില്ലേ?
നന്നായില്ല. നന്നാവത്തുമില്ല. എന്താ ഹാൻഡ് കഫ് ട്രീറ്റ്മെന്റ് വേണോ പഴയതുപോലെ? വരുന്നില്ലേ? ഓ, ഇതാണോ തന്റെ ചോദ്യം ചെയ്യല്? അടങ്ങ് മധുരക്കനി, ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ. ഈ കേസിലെങ്കിലും കുറച്ചധികം നിരീക്ഷണം വേണം. ദേ, അതൊക്കെ പണ്ടേ അടച്ചു പൂട്ടിയ കേസാ. മര്യാദക്ക് ചോദിക്കാനിടെ ചോദിക്കും. ഈ അടുത്ത ട്രാൻസ്ഫർ ഞാൻ കാരണമായിരിക്കും. അഗ്നിപർവ്വതത്തെ തീ കാണിച്ച് പഠിപ്പിക്കുന്നു. ട്രാൻസ്ഫർ ഒക്കെ എനിക്ക് പോയില്ല. പിന്നെ ഒരടച്ച കേസ് തുറന്നതുകൊണ്ടാ എന്നെ ഇപ്പൊ ഇവിടേക്ക് വിളിപ്പിച്ച. ഏത്? എനിക്കിതിനു പിന്നെ പോലീസ് എൻക്വയറി വന്ന എത്ര കേസുകളുണ്ട്? അത് ഒന്ന്. അപ്പൊ ആ കേസ് തന്നെ. Are you fucking mad? പൂട്ടിയ കേസ് തുറക്കാൻ? നീ എന്റെ മാത്സ് പലപ്പോഴും കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോയതും. ആ ഹിറ്റ് ആൻഡ് റൺ കേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഐ വാണ്ട് എവറി കേസസ് ഓഫ് മൈൻഡ് ടു ബി പ്രൂവ്ഡ്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. എവിടെ? What the fuck is wrong with you? I still can see you being needy for me. Don't forget who was your daddy once. Fucking asshole. ഈ സ്ഥിതി ചോദിച്ചാലേ നിന്റെ വാലിൽ നിന്ന് മറുപടി എനിക്ക് വരുള്ളൂ. സോ പറ, 2019 ജൂലൈ 22 നിന്റെ കാർ എവിടെയായിരുന്നു? എന്റെ കാറ് എന്റെ കയ്യിൽ. ആണോ? അതെ, ഞാനാ വണ്ടി ഓടിച്ച. അന്നത്തെ ദിവസം വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചായിരുന്നോ? ഇല്ല, ഞാൻ മാത്രമാണ് ഓടിച്ചത്. കഴിഞ്ഞോ നിന്റെ ക്വസ്റ്റ്യൻ? നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അദ്ദേഹം ഞാനും വലിയ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്റെ മാറ്റേഴ്സിൽ അയാള് തലയിടില്ല. Fuck you. ഓ, ആയിക്കോട്ടെ. എന്നാലും അവൻ പറഞ്ഞു ചെയ്ത് തമ്മിലൊരു ചേർച്ചയില്ലല്ലോ. അപ്പോ ഋഷി ഫുഡ് സ്വയം കഴിക്കല്ലേ? ഒരു കാര്യത്തിലെങ്കിലും ഞാനായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിതാ. അതുപോലെ ഇവനെ കൊണ്ട് ചെയ്യിച്ച എന്നേക്കാ വലിയ ചെറ്റ പിന്നെ ഇവിടെ എവിടെയും ഉണ്ടാവും. അതും ശരിയാ. ഓ പാർത്തി, പറയാതിരിക്കാൻ വയ്യ, തന്റെ കുക്കിംഗ് അപ്പാരായിട്ടുണ്ട്. ശരിക്കും താങ്ക് യു. ഞാനൊരു വെജിറ്റേറിയൻ പേഴ്സൺ അല്ല, പക്ഷെ തന്റെ ദാൽ കറി കൊള്ളാം. അതെ, ഞാനും സ്ഥിരം പാർത്തിയോട് പറയാറുള്ളതാ, ഈ ദാൽ കറിക്ക് എന്തൊരു പ്രത്യേക ടേസ്റ്റാ. ഞാൻ അതിലിടുന്ന സാധനങ്ങൾ കാരണം. എന്ത്? സ്നേഹം അല്ലേ ഋഷി? സത്യം, ഈ ലോകത്തിലെ ഞാനായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഈ ഒരവസ്ഥയിലായിട്ട് പോലും എനിക്ക് ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ? ഇവനെ ദൈവം എനിക്ക് വേണ്ടി തന്നതാണ്. ഋഷിയില്ലാത്ത ലോകം എനിക്ക് ശ്മശാനം പോലെയാണ്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ നിറങ്ങൾ കൊണ്ടുവന്നത് അവനാണ്, പ്രത്യേകിച്ച് ചുവപ്പ് നിറം. ഈ ചുവപ്പ് നിറം എന്ന് പറയുമ്പോ പ്രണയം പോലെയാണല്ലേ? അതെ, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും നിറമാണല്ലോ ചുവപ്പ്. പക്ഷെ ചോരയ്ക്കും നിറം ചുവപ്പാണ്. അതും വിട്ടുകൂടാൻ പറ്റാത്തതാണ് അല്ലേ ഷിമ്മി? അതെ. ആ ജിമ്മി, നാളെ നമുക്ക് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സോ നാളെ രാത്രി ആകുമ്പോൾ ഇന്റർവ്യൂ ഓക്കെ അല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ. കുറച്ചടിച്ചേക്ക ഡ്രൈ ആയിട്ട് എന്തോ പോലെ. മെഡിസിൻസ്. എന്ത് പറ്റി ഋഷി? എന്ത്? മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു. ഒന്നുമില്ല. എന്നോട് കള്ളം പറയാറായോ? റൈറ്റ് മീ. മനസ്സിലായില്ലേ? റൈറ്റ് മീ. Oh, I see. What? Someone's jealous. No. Why would I?
പിന്നെ വെറുതെ you want demand sex from me. I know you're burning inside. Also, നീ ആംഗ്രി സെക്സിന്റെ ആളാണെന്ന് എനിക്കറിയാം. Look at my guy fuming. Baby, you know I'm obsessed with you. Show me that. What? Your obsession with me, to me. Gladly. You're doing so good. Fuck. You try me like that. I got baby off. അയ്യേ, ഇവർക്ക് പതുക്കെ ചെയ്തൂടെ? ഇയാൾക്ക് ചെന്നാൻ മാത്രം പറ്റുന്നല്ലേ പറഞ്ഞ? കള്ളനെ കഴിവുണ്ടായിരുന്നില്ലേ? കഴിവേറി തന്നെ. I'm not joking. ആരോ എവിടെയുണ്ട്? ആരാ അവിടെ? ആരാ? എന്താ ജിമ്മി? ആരവിടെ? തോന്നിയതാവും. ഇല്ല, സത്യമായിട്ടും ഞാനൊരു രൂപം കണ്ടു. ജിമ്മി അടിച്ചിട്ടുണ്ടോ? ഇല്ല, വെറുതെ കള്ളം പറയണ്ട. അടിക്കാതെ പിന്നെ എങ്ങനെ ഇങ്ങനത്തെയൊക്കെ ഹാലൂസിനേഷൻസ് ഫീൽ ചെയ്യാ? അത് ജിമ്മി പോയി ഉറങ്ങ്. അല്ലെ വല്ല ബുക്സും വേണം? വേണ്ട, ഞാൻ കിടന്നോളാം. ഗുഡ് നൈറ്റ്. ആ ഋഷി എഴുന്നേറ്റോ? അവിടെ ഒച്ചയും ബഹളവും കേട്ടതുകൊണ്ടാ. അതാ ജിമ്മി ഫിറ്റായി എന്തോ കണ്ടുവന്നോ കേട്ടുന്നോ ആവോ, ആർക്കറിയാം. നീ ജിമ്മിയുമായി കുറച്ചധികം കണക്ഷൻ ഉണ്ടല്ലേ? ഋഷി ഹീസ് അവർ ഗസ്റ്റ്. അതിൻ്റെതായ രീതിയിൽ മാത്രമേ ഞാൻ അത് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് നിന്നെ കഴിഞ്ഞേ വേറെ ആരുള്ളൂ ഋഷി. ഉറങ്ങ. ജിമ്മി, നമ്മളെ പോവാണേ. ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഓൾസോ പുറത്തും ലോക്ക് ചെയ്യും. ബട്ട് അകത്തുനിന്ന് അൺലോക്ക് ആക്കാൻ പറ്റുന്ന ലോക്കാണ് കേട്ടോ. ഓക്കെ. ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? ഉറങ്ങിക്കോ. ഞാനൊരു റിമൈൻഡർ തരാൻ വന്നതാ. ഓക്കെ, ബൈ ബൈ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീടൊക്കെ നോക്കാം. ക്യൂട്ട്. വെറുതെ അല്ല ഇവർക്ക് ഇത്ര ഫാൻസ്. ഇതെന്താ ഇത്രയും പിൽസ്? ഇതിപ്പോ എന്താ ചെയ്യാ? നാളെടുത്തോളം ഞാൻ എടുത്ത് വെച്ചേക്കാം. എന്നാൽ ഇത്രയും പിൽസ് നല്ല ഡ്രഗ് അഡിക്ട്സ് ആണോ? അങ്ങനെയാണെ ഇത്രയ്ക്ക് നീറ്റായി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. അല്ല, എക്സ്പയർ കഴിഞ്ഞ പിൽസും ആയിരിക്കും. സ്റ്റിൽ അതെന്താ ഡയറിയോ? ഓ, ഇത് ഋഷിയുടേതാണല്ലോ. ഞാൻ ഈ ഡയറി എഴുതുന്നത് പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചതുപോലെ ഓരോ ദിവസം എഴുന്നേറ്റതും തിന്നതും തുപ്പിയതുമായുള്ള കാര്യങ്ങൾ എഴുതാനല്ല. എന്റെ ജീവിതത്തിൽ നടന്ന ചില പ്രധാന കഥകൾ എഴുതുവാനാണ്. അപ്പൊ അതിനെ കുറിച്ച് ബോധമുണ്ട്. കോളേജിൽ ചേരുന്നതിന് തൊട്ടു മുന്നെയാണ് എന്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ എന്നെ വിട്ടു പോകുന്നത്. അതെന്നെ വല്ലാതെ തളർത്തി. 19 വയസ്സോളം ആയതുകൊണ്ടും എനിക്ക് വേണ്ടുന്നതിൽ കൂടുതൽ സ്വത്ത് സമ്പാദ്യമുള്ളത് കൊണ്ടും ആരും എന്റെ രക്ഷകർത്താവാകുവാൻ ഞാൻ അനുവദിച്ചില്ല. എന്ന് വെച്ച് ജീവിതം കൊട്ടിഘോഷിച്ച് ദൂർത്തടിച്ച് നടക്കാനും ഞാൻ പോയില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുവാനും ഞാൻ മറന്നില്ല. ആ ഇടയ്ക്ക് കോളേജിൽ വെച്ച് ഞാൻ കണ്ടവളാണ് എലീന. എല്ലാവർക്കും അവളുടെ ക്രഷായിരുന്നു, എനിക്കും. പക്ഷെ അവളുടെ പിന്നാലെ നടക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. പഠിക്കാനും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനും
ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്യാനും ടൈം ചെലവഴിക്കുമ്പോൾ ക്രഷിന്റെ പിന്നാലെയുള്ള നടത്തം ഞാൻ ഒഴിവാക്കി. ബട്ട് അവളും ഞാനും സെയിം ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് അടിപൊളിയായി ഞാൻ വായി നോക്കിയിരുന്നു. അത്ലറ്റിക്സിൽ മിടുക്കനായതുകൊണ്ട് കുറെ പ്രപ്പോസൽസ് എനിക്ക് വന്നു. പക്ഷെ അതിലൊന്നു പോലും ജെന്യൂൻ ആയിരുന്നില്ല. ചേട്ടൻ നല്ല ലുക്കാ, ചേട്ടൻ നല്ല ഹോട്ടാ, എക്സെട്ര എക്സെട്ര ബുൾഷിറ്റ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്നത് എലീനയായിരുന്നു. എന്റെ ബാസ്കറ്റ്ബോൾ മാച്ചിന് മുന്നേ ആയിരുന്നു അവള് എന്നെ പ്രപ്പോസ് ചെയ്തത്. അവള് പറഞ്ഞത് അവൾക്ക് എന്നെ എടുത്തറിയാൻ നല്ല താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ്. ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പ്രപ്പോസൽ ആയതുകൊണ്ടും ആ ദിവസം കളിച്ച മാച്ച് റെക്കോർഡ് തകർത്ത് ജയിച്ചതുകൊണ്ടും ഞാൻ അവളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തു. കോളേജിൽ അറിയപ്പെടുന്ന ഒരു പോപ്പുലർ കപ്പിളായി നമ്മൾ മാറി. അപ്പോ പാർട്ടി വൈകി വന്ന വസന്താണല്ലേ? ഇതൊക്കെ പാർട്ടിക്ക് അറിയാവോ? ആ, അവർ വരാറായി കാണും. എനിക്കാണിത് ക്യൂരിയോസിറ്റി അടിക്കുന്നത്. സുഖായിരിക്കുന്നു ഋഷി? എവിടുന്ന് നടക്കാൻ ഇനിയും പറ്റിയിട്ടില്ല. എടാ ഋഷി, നമുക്കിവിടെ 40% ചാൻസ് നടക്കാനും കാണുന്നുള്ളൂ. ആ ബാക്കിയുള്ള 60% ഫുൾ താന 40%-ത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്താ ഡോക്ടർ പറയണേ? ട്രൈ മോർ, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇന്ന് 60 നിൽക്കുവാണെങ്കിൽ നാളെ 40 നീ ഉണ്ടാവുക. ഇത്രയും ഇയേഴ്സിനുള്ളിൽ വളരെ സ്ലോലിയാണ് തന്റെ ഇംപ്രൂവ്മെന്റ്. ബട്ട് വി വിൽ റീച്ച് ദർ, ഐ എം ഷുവർ. പാർട്ടി ഈസ് ഷുവർ. പക്ഷെ സത്യം പറഞ്ഞാ തന്റെ ഉള്ളിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. കാലിയ എന്താ പ്രശ്നം എന്നല്ല. അപ്പം ഇത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഡോക്ടർ. പ്രിസ്ക്രിപ്ഷൻ എന്തായാലും മാറ്റുന്നില്ല. ഫിസിയോതെറാപ്പി കുറച്ചുകൂടി ഫ്രീക്വന്റ് ആക്കിക്കോളൂ. ശരി ഡോക്ടർ. ഋഷി, എനിക്ക് ബീച്ചിൽ പോകണം. ഓക്കെ. ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാം. ഹേയ്, ആ, ഒറ്റയ്ക്കാണോ? Wait, you look very handsome. എനിക്ക് തന്നോട് attraction തോന്നുന്നു. ഛെ, പൊക്കെ, I'm married. Married? അത് കുറച്ചുകൂടെ നന്നായി. It makes you even harder. നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ you might face consequences. For consequences, I only want you. ഡാ, Huh? Oh, ഇതാണോ നീ പറഞ്ഞ കോൺസിക്വൻസ്? എന്താടാ? എന്റെ ഭർത്താവിനെ തനിക്ക് ഫ്ലർട്ട് ചെയ്യാൻ കിട്ടിയോളൂ. അതെന്റെ ഇഷ്ടം. ഞാൻ ആരെ വേണേലും ഫ്ലോട്ട് ചെയ്യും, ടച്ച് ചെയ്യും, വേണേ കൂടെ കിടന്നെന്നും വരും. നിർത്ത്. നിനക്കത് പറ്റില്ലല്ലോ ഋഷി. അവൻ നിന്നെ തൊട്ടോ? ഇല്ല, ഹി ജസ്റ്റ് ക്രീപ്പി. നമുക്ക് പോവാം. ഇതിപ്പോ എത്ര തവണയായി പാർത്തി? യു jealous as what's mine is mine. ഞാനത് ആർക്കും തൊടാൻ പോലും കൊടുക്കില്ല. Amen. മധുരക്കണി, അങ്ങനെ പോയാലോ? നിന്റെ ചോദ്യം ചെയ്യലെന്തേ കഴിഞ്ഞതല്ലേ? ഓ ഓ ഓ ഇല്ല, കഴിഞ്ഞില്ല. താൻ ആളെ കളിയാക്കുവാണോ? പോലീസാന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം ആവാന്നാണോ? മധുരക്കണി, call me Justin. That's my fucking name. ഷോ, പള്ളിയുടെ മുന്നിൽ വെച്ചാണ് ജസ്റ്റിനെ തെറിയൊക്കെ വിളിക്കണേ. ദൈവവുമായുള്ള നല്ല ടേംസിലല്ലാത്ത ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ച ദൈവം മൈൻഡാക്കാൻ പോകുന്നില്ല. ജീപ്പിലൊക്കെ മാറുന്നുണ്ടോ? ഇല്ല, പക്ഷെ പിടിക്കുന്നയാളെ പലയിടത്തും കയറ്റി എക്സ്പീരിയൻസ് ഉണ്ട്. When did you stop being such an asshole? എനിക്കത് വേണം. KC 450-897. ഇത് ആരുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തതാ? എന്റെ. നീ എന്ന അയാൾക്ക് ആക്സിഡന്റ് നടന്ന രാത്രി പുറത്തു പോയെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ആ കാർ എങ്ങനെ ആക്സിഡന്റ് നടന്ന പരിസരത്ത് വന്നു? എന്റെ കാറൊന്നും അത്ര പരിസരത്ത് വന്നുള്ളൂ? ഇല്ല, ബാക്കി കാറുകളും ഉണ്ട്. പക്ഷേ ആസ് ഓൾവേസ് CCTV കള്ളം പറയും. ആ ഏരിയയിൽ അറിവുള്ളവരാണ് സ്പീഡിൽ പോയില്ല. കാരണം ആ പരിസരത്ത് സ്കൂൾ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. CCTV ആ വണ്ടികൾ സ്പീഡ് റേറ്റ് കാണിക്കുന്നുണ്ട്. ഓഫീസർ, കുറച്ച് ലാവലേഷൻ ബോധമുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ വന്നത് രാത്രിയിടാം.
അപ്പൊ ഞാൻ സ്കൂൾ ബോർഡ് എന്തിനു വേണ്ടി ആക്കണം? ഓൾസോ ഞാൻ ആ ഏരിയയിൽ പുതിയതായിരുന്നു, അപ്പൊ എനിക്കറിയില്ല അവിടെ സ്പീഡിൽ പോകണോ ഫാസ്റ്റിൽ പോകണോ എന്നൊക്കെ. എന്റെ ഫ്രണ്ടിന് എമർജൻസി വന്നതുകൊണ്ട് ഒരു സ്പീഡ് ടിക്കറ്റിങ്ങിലൂടെ ഒതുക്കാവുന്ന എന്റെ കേസ് താൻ വേറെ ആരുടെ ആക്സിഡന്റ് കേസുമായി മിക്സ് ആക്കിയത്. ഇതിനെ ഞാൻ പകവീട്ടുന്നതായേ കാണുള്ളൂ. കിരീഥറേ, നിനക്ക് പോകാം. ഇന്നത്തെ അശ്വമേധം കഴിഞ്ഞു? ഇന്നത്തെ കഴിഞ്ഞു, പക്ഷെ മുഴുവനായി തുടങ്ങാൻ പോണേ ഉള്ളൂ. ശരി, പോട്ടെ ഏമാനെ. എന്റെ പൂച്ചയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പൊ നീയാണല്ലേ ഈ രാത്രി മുഴുവൻ നടന്ന് കളിക്കണേ അല്ലേ? ആ, ഇപ്പോഴാ ആശ്വാസായി. നീ കാരണം ഞാൻ പേടിച്ചണ്ടിരിക്കുകയായിരുന്നു. ഇനി വായിക്കട്ടെ. എലീന നല്ലൊരു കുട്ടിയായിരുന്നു. ലോയൽ, ബബ്ലി, ക്യൂട്ട്. എന്നെ നല്ലൊരു PFനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്തു. വേണ്ടാത്ത ചോദ്യങ്ങളില്ല, അടിപിടിയില്ല. ലൈഫ് വാസ് പെർഫെക്റ്റ്. ദ കെമിസ്ട്രി ബിറ്റ്വീൻ us വാസ് വെരി ഗ്രേറ്റ്. അവളുടെ പാരന്റ്സ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. സോ കോളേജിന്റെ പുറത്ത് ഹാങ് ഔട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോളേജിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ ലോകം. എനിക്കത് കുഴപ്പവുമില്ലായിരുന്നു. നമ്മുടെ റൊമാൻറ്റിക് മീറ്റ്സ് കാറിലായിരുന്നു. കിസസ് ആൻഡ് മേക്കപ്സ്, എവറിത്തിങ് എക്സെപ്റ്റ് സെക്സ്. കാരണം സെക്സ് ചെയ്യാനുള്ളൊരു ബോണ്ട് എനിക്ക് അവളിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഇനി എന്തൊക്കെ ഞാൻ വായിക്കേണ്ടി വരുമോ എന്തോ. കോളേജിൽ പുറത്ത് നമ്മുടെ റിലേഷൻ ആരും അറിഞ്ഞിരുന്നില്ല. അവളോട് ഞാൻ എന്നും ചോദിക്കുമായിരുന്നു അവളുടെ വീട്ടുകാരെന്നാൽ ഒരു പക്ഷെ അവൾ എന്ത് ചെയ്യുമെന്ന്. നമ്മൾ ഒന്നാവുന്നത് സമ്മതിക്കും വരെ പൊരുതുമെന്നവൾ. ആ ഉത്തരം കേട്ട് ഞാനിന്ന് പുളകം കൊണ്ടു. അങ്ങനെ കോളേജ് കഴിഞ്ഞു. നമ്മുടെ റിലേഷൻ ഏതാണ്ട് 2.5 കൊല്ലത്തോളായി. പക്ഷെ പെട്ടെന്നാണ് എനിക്കത് സംഭവിച്ചത്. 2019. ആ, തീർന്നോളൂ. നമ്മൾ എത്തിയെന്ന് പറയാനായിരുന്നു. ഓ ശരി. ബോറടിച്ചോ ഇരുന്നിരുന്ന്? ഹേ, എനിക്ക് പെൻഡിങ് വർക്ക്സ് കിടപ്പുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഗുഡ്. അപ്പൊ ഇന്റർവ്യൂ? ഹോസ്പിറ്റലിൽ പോയി വന്നതല്ലേ, ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞാൽ മതി. അപ്പൊ ശരി, കാര്യങ്ങൾ നടക്കട്ടെ. എന്താ അറിഞ്ഞെടുത്ത് പറയുന്നത് പോലെ പാർട്ടിയുടെ വൈബ് എനിക്ക് എന്തോ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സംതിങ് ഇസ് മിസ്റ്റീരിയസ് അബൌട്ട് ഹിം. ഡയറിന് പിന്നെ വായിക്കാം, ലാഭം കാണും. ആ, നീ വന്നോ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സസ് ഇല്ല എന്ന്. എന്റെ കൺട്രോൾ പോകുന്നറിയില്ല. ആ, പിന്നെ ഞാനിങ്ങനെ വായിക്കും പാർത്തി. Don't focus on any other things. ഇപ്പോ focus on me and me only. And ഈ ക്ലാസ്സസ് ഇട്ട് തന്നെ എന്നെ മൊത്തത്തിൽ ഈ കൈവച്ച് അനലൈസ് ചെയ്യും. കൈവച്ച് അനാലിസിസ് മാത്രം മതി. ഹലോ. പോയ വഴിന്ന് പിന്നെ കണ്ടില്ലല്ലോ. ചത്തോ? ഏയ് ഇല്ല, ഇവിടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരികയല്ലേ, ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. നിന്റെ ക്ലയൻസ് ഒക്കെ ഇങ്ങനെ കോപ്പറേറ്റീവ് ആണോ? അങ്ങനെ പറഞ്ഞ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ ഒരു പക്ഷേ? ആ ഏരിയ, ആ വീട്, അവൻ ഒന്നും ശരിയല്ല. സംതിങ് ഈസ് സ്ട്രേഞ്ച്. ഏതവൻ? ഇവിടെ കെയർടേക്ക് ചെയ്യുന്ന പാർട്ട്ണറിന്റെ പേര് സിബി ആണെന്ന് വിചാരിക്കും. അതിന് അവന്റെ ഒറിജിനൽ പേര് പറഞ്ഞാ പോരാ? അത് ശരിയാവില്ല, ഞാൻ കുറ്റം പറയുന്നത് കേട്ടാറ്. സിബി എങ്കിൽ സിബി. സിബിക്ക് എന്തോ ഒരു മിസ്റ്റീരിയസ് വൈബ്. പുറമേ നോക്കുമ്പോ ആൾ ഡീസന്റ്, ഭർത്താവിന് ദൈവത്തെ പോലെ നോക്കുന്നവരാ. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തോ മറഞ്ഞു കിടപ്പുള്ളത് പോലെ. തോന്നലാണ് എന്റെ ജിമ്മി, നീ വീട് മാറി നിന്നതിന്റെ തോന്നൽ. എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞാലോ? അത്ര സ്പെസിഫിക് ആയിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞു? ആ സിബി പറഞ്ഞു. വെറുതെ അല്ല, സിബിക്ക് വരെ മനസ്സിലായി. ദേ അത് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ കൂടുതൽ വഷളാക്കല്ലേ. ആയിക്കോട്ടെ, അവർക്ക് എന്തോ സീക്രറ്റ്സ് ഉണ്ട്. എന്നാലും എന്താ, നീ ഏറിപ്പോയത് 4 ദിവസമല്ലേ നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്കും നീ അവിടുന്ന് സ്കൂട്ടാവല്ലേ. വോക്കാണെന്ന് വിചാരിച്ച് നീ സമാധാനിക്ക്. അല്ലാതെ ഒരു വഴി എന്റെ മുന്നിൽ കാണുന്നില്ല. ശരി, എന്നാ എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്കേ. ആ.
How much do I love me, Rishi? ഈ ബ്രഹ്മാണ്ടം അത്രയും മതിയോ? നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അതിന് ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. പിന്നെ I am obsessed with you. As you should. ഇന്റർവ്യൂ ടൈം. 10 minutes. ഓക്കെ. ബ്ലാക്ക് റോസസ്. Hey, ഋഷി ഓക്കെ അല്ലേ താൻ? നടക്കാൻ പറ്റില്ലാന്ന് വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാർട്ടി? അവൻ കുളിച്ചിറങ്ങിയുള്ളൂ. റിസൈൻ ചെയ്യാം. ജിമ്മി ഗേ ആണോ? അല്ല, ചോദിച്ചതാ. അതറിയില്ലടോ. അതൊന്നും നോക്കാൻ ഞാൻ പോയില്ല. വാസ് ട്രാവലിംഗ് എ ലോട്ട്. അതുകൊണ്ട് ജെൻഡർ നോക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഓഹോ, കിന്നാരം പറഞ്ഞിരിക്കുകയാണോ? നമ്മളിങ്ങനെ ചുമ്മാ. ഇനി ലേറ്റ് ആകണ്ട, നമുക്ക് തുടങ്ങാം. സോ മിസ്റ്റർ ഋഷി, താങ്കൾ എങ്ങനെയാണ് പാർട്ടിയെ കണ്ടുമുട്ടിയത്? എന്റെ ആക്സിഡന്റിന് ശേഷം എന്നെ ശുശ്രൂഷിക്കാൻ എത്തിയ എന്റെ ഹോംലെസ് ആണ് പാർത്തി. ആ സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഇവനാണെങ്കിൽ എന്നോടധികം മിണ്ടിയും സംസാരിക്കുകയൊന്നും ചെയ്തില്ല. എന്റെ മുഖം നോക്കിയിരിക്കും. ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ ശീലായി. അപ്പോഴാണ് ഇവൻ വേറെ ഏതോ നല്ല ഓഫർ കിട്ടിയെന്ന് ഇവനെ എനിക്ക് കൺസൾട്ട് ചെയ്ത അയാൾ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഇവനോട് കുറച്ച് ഇഷ്ടം വന്ന സമയമായിരുന്നു. പക്ഷെ ഇവൻ എന്നോടില്ലെങ്കിലോ ഞാനൊന്നും പറഞ്ഞില്ല. ഇവന്റെ തീരുമാനമല്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ട എന്ന് ഇവൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവൻ പറയുകയും ചെയ്തു. അന്നേരം ഞാൻ അവനോട് ചോദിച്ചു, എന്തേ നീ നോ പറഞ്ഞെന്ന്. അപ്പൊ പച്ചയ്ക്ക് ഇവൻ എന്റെ മുഖത്ത് നോക്കി പറയാ, എനിക്ക് താങ്കളെ ഇഷ്ടമായത് കൊണ്ടാണ്. എന്റെ ഒരു പൊട്ടിയില്ലേ, ഞാനും പറഞ്ഞു ഐ ലവ് യു എന്ന്. ബട്ട് ഇവന് ഉദ്ദേശിച്ച ഇഷ്ടം നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഉള്ള ഫേവറേറ്റിസം ഇഷ്ടമായിരുന്നു, അല്ലാതെ ലവ് അല്ല. ഞാൻ ചമ്മയില്ലേ. ബട്ട് അന്നേരം ഇവൻ പറഞ്ഞു ലെറ്റ്സ് ഗിവ് ഇറ്റ് ട്രൈ. അങ്ങനെ നമ്മൾ 2 കൊല്ലത്തോളം ഡേറ്റ് ചെയ്തു. പിന്നീട് കല്യാണവും കഴിച്ചു. ഓ, ഞാൻ വിചാരിച്ചു നിങ്ങൾ കോളേജിൽ നിന്ന് പരിചയം ഉണ്ടെന്ന്. ഇവന്റെ ഡോക്യുമെന്റ്സ് നോക്കിയപ്പോ ഇവൻ ഗ്രാജുവേറ്റ് ചെയ്തത് എന്റെ കോളേജിൽ നിന്നാ. ആ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാതെ ഒരാളും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് കണ്ട പരിചയം ഉണ്ടാവുമായിരുന്നു. ഇവനെ ഞാൻ കണ്ടേയില്ല. ഇവന്റെ ഫ്രണ്ട് വഴിയാണ് ഇവൻ ഇങ്ങോട്ടേക്ക് നേഴ്സായിട്ട് വന്നത്. എല്ലാവരെയും അറിയുന്നത് പോലെ എന്നെ അറിഞ്ഞ് അതെനിക്കിഷ്ടല്ല. സോ യു വാണ്ട് ഫീൽ സ്പെഷ്യൽ? നോ, ഐ നീഡ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതി. നീന, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താടാ പ്രശ്നം? എനിക്ക് വേണ്ടി മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് നീ ലാബ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തരണം. ഇത് എന്തിനുള്ളതാ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ? അതൊക്കെ ചെക്ക് ചെയ്യണം. പറ്റോ? അത് കുഴപ്പമില്ല, പക്ഷെ ലാബ് ടെസ്റ്റ് അതും പെട്ടെന്ന്. എത്ര ദിവസം എടുക്കും? 3 to 4 days എന്തായാലും എടുക്കും. എനിക്ക് എന്തിനാ യൂസ് ചെയ്യണേന്ന് അറിഞ്ഞാൽ മതി. വലിയ റിപ്പോർട്ടൊന്നും വേണ്ട. ഓൾസോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ആണോ എന്ന് നോക്കണം. അതൊക്കെ ഓക്കെ, ബട്ട് നിനക്കെന്ത് പറ്റിയടാ യൂസിങ് ടെസ്റ്റ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് സംതിങ്. ഇപ്പോ പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. എവിടെ പോയതായിരുന്നു ജിമ്മി? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒന്ന് കാണാൻ പോയതാ. പാർട്ടിയുടെ പാർട്ടി എന്താ മെഡിസിൻ വാങ്ങിക്കാൻ പുറത്തുപോയി. ഓ, ഋഷിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ആടാ. ഞാൻ പിക്ക് അയച്ച ടാബ്ലറ്റ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്നറിയോ? ഇതൊക്കെ സ്പൈനൽ ഇഞ്ചുറി റിക്കവറി ആക്കാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് ആണ്. അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഭേദാക്കാൻ. എക്സാക്ട്ലി. ഓക്കെ. എന്നാലും എന്തിനാ ടാബ്ലറ്റ്സ് ഒക്കെ ഡസ്റ്റ്ബിന്നില്? ഹലോ സർ. ജിമ്മി, നാളെ നമ്മുടെ ക്യാമറാമാൻ ഫോട്ടോഷൂട്ടിന് വരും കേട്ടോ. അവരോട് പറഞ്ഞേക്ക്. ഓക്കെ സർ. പാർട്ടി ഇനിയും വന്നില്ലേ? ഇല്ല, പൊതുവെ അവൻ ഇങ്ങനെ ലേറ്റായി പോവാറില്ല. ഋഷിക്ക് പാർട്ടിയുടെ സ്വഭാവം കുറച്ച് ഇന്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതെന്താ? ലൈക്ക് മിസ്റ്റീരിയസ് ആയിട്ട്? ഓ, അങ്ങനെ. കാണുമ്പോ മിസ്റ്റീരിയസ് ആണെന്നേ ഉള്ളൂ. ഈസ് എ ചിൽ ഗായ്. പിന്നെ അവന്റെ എല്ലാ കാര്യവും എനിക്കറിയാലോ. ഓ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പറയണ്ട, ഇല്ല എനിക്ക് പണിയോ. അത് മൈൻഡാക്കേണ്ട. ആ, പിന്നെ നാളെ റെഡി ആയി നിന്നോ? ഫോട്ടോഷൂട്ട് ഉണ്ടോ? പാർട്ടിയോട് കൂടെ പറഞ്ഞേക്ക്. നാളെ ഓക്കെ. ഞാൻ പുറത്ത് നോക്കിയിട്ട് വരാം. ആ,
ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും വിശ്വസിക്കാനും പോണില്ല. പാർത്തി, ആ ജിമ്മി, ഈ പൂച്ച ആ ഇതോ അന്ന് നീ കേട്ട ആ കാലച്ച അത് ഇതിന്റെ ആയിരുന്നു. എന്ന് വെച്ച് കൊല്ലണോ? പിന്നില്ലാതെ എന്റെ ഡസ്റ്റ്ബിനൊക്കെ തട്ടിയിട്ട് അലങ്കോലാക്കിയത് ഇവനാ. കൂടാണ്ട് ഋഷിക്ക് ഇവനോട് അടുപ്പ് ഇത്തിരി കൂടുന്നുണ്ട്. ഇവനെ കൊല്ലാതെ ഇരിക്കണോ ഞാൻ പോയി ഇതിനെ കുഴിച്ചിടട്ടെ. എന്റെ ദൈവമേ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ശരി തന്നെയാ. സൈക്കോപാത്ത്. ഋഷി എന്താ ഇവിടെ? അല്ല, ഞാനിവിടെയൊക്കെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഋഷിപ്പോ ഉറങ്ങാൻ സമയമില്ലേ? നിന്നെ ആകെ നാറുന്നുണ്ടല്ലോ. ആ മറ്റേ പൂച്ച ചത്തു, അതിനെ കുഴിച്ചിട്ടതിന്റെ മണമായിരിക്കും. അത് ചത്തുപോയെന്നോ? ആ ഞാനിപ്പോ വന്നപ്പോൾ അത് ചത്തിട്ട് കണ്ട്. പെട്ടെന്ന് കുഴിച്ചിട്ടില്ലേ, ഇതിലും നാറ്റമായിരിക്കും. ഋഷി കരയാതെ. എനിക്ക് ആ പൂച്ചക്കുട്ടി മാത്രമേ നീ ഇല്ലാതെ ഇരുന്നപ്പോ ഉണ്ടായിരുന്നത്. ആ ഋഷി സാരമില്ല, ജീവികളല്ലേ, മരിക്കും. വി ഹാവ് ടു മൂവ് ഓൺ. ആ ഡയറി ബാക്കി വായിച്ചില്ലല്ലോ. 2019 ജൂലൈ 22 അന്നായിരുന്നു നമ്മുടെ ആനിവേഴ്സറി. അവിടെ 2 മാസം കഴിഞ്ഞ് UK പോകാൻ തീരുമാനിച്ചിരുന്നു ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പോ അന്നത്തെ ആനിവേഴ്സറി ഒന്ന് ആഘോഷിക്കാനെന്ന് വിചാരിച്ച് നമ്മളൊരു കഫേയിൽ ഡിന്നറിന് പോയി. അവളോട് ബായി പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു കാറ് എന്നെ ഇടിച്ചു. എന്റെ ബോധം പോയി. കേട്ടത് ആ കാർ റിവേഴ്സ് എടുത്ത് പോയി എന്നാണ്. എനിക്ക് പക്ഷെ ആ ആക്സിഡന്റിനേക്കാൾ വേദന തന്നത് അവളായിരുന്നു. ആക്സിഡന്റ് കാരണം എന്റെ കാലിന്റെ ചലനം നഷ്ടപ്പെട്ടു. നടക്കുമോ ഇല്ലേ എന്ന് പോലും എനിക്കറിയില്ല. ഒന്നും അറിയാതെ നിൽക്കുമ്പോ എലീന വന്നു. അവൾക്ക് എന്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ലത്രേ. അത് കേട്ടപ്പോഴാണ് ഞാൻ തളർന്നു പോയത്. ഒരുപക്ഷെ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി നടന്നേനെ. പിന്നെ പോലീസ് ചെക്കിന് വന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നതൊക്കെ പറഞ്ഞു. 2-3 പേരെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ തെളിയിക്കാൻ തെളിവുണ്ടായിരുന്നില്ല. ഞാൻ ആ കേസിനോട് താല്പര്യം പുലർത്തിയില്ല. എല്ലാം തകർന്നു നിൽക്കുന്നവൻ എന്ത് കേസ്? അവർക്ക് എലീനയുടെ പപ്പയെ സംശയം ഉണ്ടായിരുന്നു, കാരണം എന്നെ ഇടിച്ചത് ബ്ലാക്ക് കാറായിരുന്നു. അവളുടെ പപ്പയ്ക്ക് അതും ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി ഓടിച്ചത് ചെറുപ്പക്കാരനാണ്. അവിടെയും പോയി. പിന്നെ പോലീസുകാർക്ക് തന്നെ ആ കേസും എടുത്തു. കേസ് ക്ലോസ്ഡ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അയാൾ വരും. എന്താവുമോ എന്തോ. എന്തായാലും ഞാൻ ഇനി കെയർ ചെയ്യുന്നില്ല. കഴിഞ്ഞു. ഇത് എഴുതാൻ വേണ്ടിയാണ് അയാൾ ഇത്രയും വലിയ ബുക്ക് വാങ്ങിച്ചത്. ആ നിൽക്കുന്ന പാർത്തി എന്താ വെച്ച്? നിനക്കും ഋഷിയുടെ മടിയിലിരുന്നാലല്ലേ സമാധാനം കിട്ടുള്ളൂ? ഹാ, നിന്നെ ഇങ്ങനെ കൊല്ലരുതായിരുന്നു. ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലണമായിരുന്നു. നിന്റെ ബോഡി ഞാൻ ഓരോന്നായി വെട്ടിയെടുക്കട്ടെ. നല്ല രസമല്ലേ? He's not sane. He's obsessed with Trish. അതും ഒരു bad obsession. Fuck. ഹലോ, ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ലൊക്കേഷൻ വല്ല അടുത്തൊരു ടെമ്പിൾ നോക്ക്. ആ ജിമ്മി പറ. ഫോട്ടോഷൂട്ട് അമ്പലത്തിൽ നിന്ന് ചെയ്യാം എന്നാ വിചാരിക്കണേ. അപ്പോ നിങ്ങൾ 2 പേരും ഡ്രസ് ചെയ്തിരുന്നതില് ആ ഒരു 30 മിനിറ്റ് എടുക്കും. കുഴപ്പമില്ല. What's happening in this world?
ഞാനെന്നാ കാറ് കൊണ്ടുവരാം, നിങ്ങൾ അപ്പോഴേക്ക് വെയിറ്റ് ചെയ്യും. ആ, ഫോട്ടോഗ്രാഫറെ പോയല്ലേ? പാവം, ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇയാൾക്ക് പോലും ഒരു ഐഡിയ ഇല്ലല്ലോ. കണ്ണാ, അതാരാ? എങ്ക പാரு. ഓ, കൈനോട്ടക്കാരി. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എനിക്കൊന്ന് കേൾക്കാൻ കൊതി, നമുക്കൊന്ന് നോക്കാം. அடடா, அரேசாவோட முகம். நீங்க 2 பேரும் നൻപൻ. நண்பனா? இந்த காலத்து நான் இவங்க உன்னோட கணவன் நினைச்சேன். உன்னோட முகம் பார்த்தா தெரியும் எனக்கு காதல் நிற்கலையே. ആമാ, അതിനാലെ കനവൻ അവൻ വണ്ടി എടുക്കാൻ പോയി. உன்னோட கை பார்த்து சொல்லணுமா? ആമാ. பார்க்கட்டும். அடடடடா, உன்கிட்ட ரொம்ப சம்பத்தியே இருக்கில்லையே. അങ്ങനെ പറഞ്ഞ ആ കുറച്ചൊക്കെ. கையில் எழுதியிருக்கு, காசு இருந்தா கூட கஷ்டமா இருக்கும். ഉം. நீங்க என்ன சொன்ன, உனக்கு கணவன் இல்லையே? ആമാ. முருகா, நான் என்ன பாக்குறாயோ? എന്നാച്ചമ്മ? நாம எச்சரிக்கையா இருக்கணும். உன் கையில இருக்கிறது கடவுள் விருப்பமா இருந்தா கூட நான் சொல்றது நீ புரிஞ்சுக்கணும். உங்களை கூட இருக்கிறது காதலன் இல்லை, பிசாசு. ஒரு மனுஷ ரூப பிசாசு. பயப்படணும், ரொம்ப பயப்படணும் கண்ணா. உன் கையில என்னால மரண ரேகையை பார்க்க முடியுது. என்ன சொல்ற பாட்டி? எனக்கு இவ்வளவுதான் சொல்லறதுக்கு இருக்கு, மத்ததெல்லாம் உன்னோடையும் கடவுளுடையும் கையில் தான் இருக்கு. ഋഷി, പൈസ அந்த ஒரு போடும். ഇതാ. நீங்க அவனோட நண்பன் இல்லையே? ആമാ. பத்திரமா உன்னோட நண்பனை பார்க்கணும். அவங்க வாழ்க்கை ரொம்ப கஷ்டம் ஆக போகிற. ശരി പാട്ടി. நான் கடவுள்கிட்ட சொல்றேன். എന്ത് പറ്റി? അതൊരു കൈനോട്ടക്കാരി എന്തൊക്കെയാ പറഞ്ഞു. എന്താ പറഞ്ഞ? അത് ഋഷിയുടെ കാലിന്റെ ഈ പ്രശ്നം പോകാൻ കുറെ സമയം എടുക്കുന്നൊക്കെ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി ഇപ്പൊ പൊക്കോ, ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. എന്ത് പറ്റി? ഒരു ഫ്രണ്ടിനെ കാണാനാ. അതാ. ആ, ഓക്കെ. ഏതോ എന്നാടാ? എടാ, മൊത്തത്തിൽ ഇവിടെ പ്രശ്നമാടാ. എന്ത് പറ്റി? അത് നീ എന്താ പറയണേ? അങ്ങനെ വരാൻ ഒരു വഴിയില്ല. അവൻ ഒരു ജേർണലിസ്റ്റ് ആയ ഞാൻ കള്ളം പറയുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, പക്ഷെ ഋഷി എനിക്കിട്ടിട്ട് പോരാനും തോന്നുന്നില്ല. അവനൊരു പാവം, നടക്കാൻ പോലും വയ്യ. ആ സാധുവിനെ കൂടി രക്ഷിച്ചിട്ട് ഞാൻ വന്നാലെന്നാ ഞാൻ ആലോചിക്കണേ. അങ്ങനെയാണ് നിന്റെ പ്ലാനെങ്കിൽ ഓക്കെ, ബട്ട് സ്റ്റേ സേഫ്. നീ ഇടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് തന്നോണ്ടിരിക്കുക, ഓരോ മെഡിക്കേഷൻസിന്റെ അപ്ഡേഷനും. ആ, ജിമ്മി, എന്താ ഋഷി? ഇന്ന് സംഭവിച്ചതൊന്നും പാർട്ടി അറിയരുത്. അവന് വിഷമാവും. ഞാനെന്താ പറയണമെന്ന് വിചാരിച്ചതാ. പാർട്ടി ഈസ് ഡേഞ്ചറസ് ഋഷി. അവന് മൊത്തത്തിലുള്ള വൈബൊട്ട് ശരിയല്ല. ജിമ്മി, ആ പണ്ടേ അങ്ങനെ റിസർവ്ഡ് ആയ ആളാണ്. നിനക്ക് തോന്നുന്നതായിരിക്കും. ഒരു ഇൻട്രോവേർട്ടും സൈക്കോയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവും ഋഷി. സൈക്കിക്? ഇന്നലെ ഇവിടെയുള്ളൊരു കറുത്ത പൂച്ചയെ കൊന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരിക്കൽ കുഴിച്ചിട്ട് അതിനെ പിന്നെയും പുറത്തെടുത്ത് അതിനെ കഷ്ണമാക്കി മുറിച്ച് പിന്നെയും കുഴിച്ചിട്ടു. ഇത് ചെയ്യുന്നയാളെ സൈക്കോ എന്നല്ലാതെ എനിക്ക് എന്താ പറയാൻ പറ്റുക? സൈക്കോ അങ്ങേയറ്റ സൈക്കോ. ആരാ സൈക്കോ? ഇന്ന് പത്രത്തിൽ അയച്ചൊരു വാർത്തയെ പറ്റി ഞാൻ ഋഷിയോട് പറഞ്ഞ. എന്താല്ലേ, ഞാൻ പുറത്തു പോയിട്ട് വരാം. അത് സാരില്ല ഋഷി, ലോകമല്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കണം. നമുക്ക് കിടക്കാം. ഈ സമയം നമ്മൾ കിടക്കാറില്ലല്ലോ. ഇന്ന് അമ്പലത്തിലിട്ട മുണ്ടും ഷർട്ടും നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ ഋഷി ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത? അമ്പലം തൊട്ട് ഇങ്ങനെയാ? ഒന്നുമില്ല. ലെറ്റ്സ് ഗോ ടു ബെഡ്. പാർട്ടിയുടെ ലോകത്ത് ഋഷി മാത്രമേ ഉള്ളൂ, വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? എന്നെ പാർത്തിയെ പരിചയപ്പെടുത്തിയത് എന്റെയും പാർത്തിയുടെയും ഫ്രണ്ടായ ജസ്റ്റിനാണ്. പാർത്തിയുടെ കൂടെയാണ് ജസ്റ്റിൻ പഠിച്ചതെങ്കിലും എനിക്ക് ജസ്റ്റിൻ നേരത്തെ സ്കൂളിൽ വെച്ചറിയായിരുന്നു. അവൻ പിന്നെ മെഡിക്കൽ കിട്ടാൻ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് അവൻ എന്റെ ജൂനിയറും ഇവന്റെ ക്ലാസ്മേറ്റുമായി.
എനിക്ക് ഇവനെ തന്നിട്ട് പുള്ളി ഗൾഫിൽ പോയി. പുള്ളി വന്നില്ലേ അറിയില്ല. അന്ന് കോണ്ടാക്ട് കട്ടായതാ. പിന്നെ തിരിച്ചു വന്നു എന്ന് പോലും അറിയില്ല. ജസ്റ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പിന്നെ സോ 2019 ഉണ്ടായ പെഡസ്ട്രിയൻ ആക്സിഡന്റ് കേസില്ലേ? ഗിരി സാർ. ഹലോ, ഇന്ന് ഗിരിധർ സാറുണ്ടോ? പുള്ളി നാട്ടിൽ പോയേക്കുവാ. നാളെ സ്റ്റേഷനിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. നാളെ സാറേ. അമ്മേ, അല്ല മറ്റേ ഇന്റർവ്യൂ. സാറേ, കുറച്ച് അല്ലറ ചില്ലറ തെളിവ് തരാൻ വന്നതാ ഞാൻ. ഏത് കേസ്? തെളിയാതെ പോയ 2019 കേസ്, ഹിറ്റ് ആൻഡ് റൺ. ആ ഹിറ്റ് ആൻഡ് റൺ വിക്ടിമിനെയാണ് ഞാൻ കറന്റ് ഇന്റർവ്യൂ ചെയ്യണേ. അയാളുടെ പേരെന്താ? ഋഷിവർദ്ധൻ. ഓക്കെ. അതുകൊണ്ട് പുള്ളിയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിലെഴുതിയത് ആക്ച്വലി പുള്ളിക്ക് വലിയ ഓർമ്മയില്ല. ബട്ട് സംശയം പുള്ളിയുടെ എക്സിന്റെ ഫാദർ ആണെന്നായിരുന്നു. അതല്ല, കാരണം അയാളൊന്നും സ്ഥലത്തില്ലായിരുന്നു. പിന്നെ പ്രണയകഥ കേൾക്കുന്നത് എൻക്വയറിക്ക് പോയപ്പോഴാ. അപ്പൊ അതാവാൻ ചാൻസ് കുറവാ. തെളിവില്ല. ആണോ? അവന് വേറെ ആരെ കുറിച്ചെങ്കിലും പറയുന്നത് കേട്ടോ? അങ്ങനെ ചോദിച്ചാ അയാളുടെ ഫ്രണ്ട് ഒന്നുണ്ട്. വിക്ടിമിന് ആക്സിഡന്റ് ആയ പാടെ ഒരു നേഴ്സിനെ ഒപ്പിച്ചു കൊടുത്തത് ഇയാളാ. പേരെന്തായിരുന്നു? ജസ്റ്റിൻ. അതെ, ജസ്റ്റിൻ. PML ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഋഷി പഠിച്ചത്. അതിന്റെ നഴ്സിംഗ് ബ്രാഞ്ചിലായിരുന്നു ജസ്റ്റിൻ ഉണ്ടായിരുന്നത്. ജിമ്മി, നീ എന്താ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ആയിട്ട് നോക്കണം? ഹ്യൂമൻ എംപതി ആൻഡ് ജേർണലിസം. സമൂഹത്തിലെ അനീതിയും വികൃതമായ സത്യങ്ങളും കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ കർത്തവ്യമാണെന്നുള്ള ബോധം. ആ ഋഷി എപ്പോഴും വീൽ ചെയറില. ഒരു പാവം ജന്തുവിന് ഒരു ദയയില്ലാതെ കൊല്ലാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ അവന്റെ ഉള്ളിൽ ഒരു ചെകുത്താനുണ്ടെന്ന്. നീ പറഞ്ഞിടത്തോളം കേട്ടപ്പോ എനിക്കും തോന്നുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൻ. ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് കുറച്ചുകൂടി ഡാർക്ക് ആവുന്നത് പൊതുവെ നടക്കാറുള്ളതാണെങ്കിലും ഈ പാത്ത് എനിക്ക് പുതിയതായിട്ട് തോന്നുന്നു. ഈ ജസ്റ്റിനെ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് പോലെയാ. അവരുടെ രണ്ടാളുടെയും കോമൺ ഫ്രണ്ട്. ബട്ട് കോണ്ടാക്ട് കട്ട് ചെയ്ത് അബ്രോഡ് പോയി പോലും. ഇതേതാ സാർ ലൊക്കേഷൻ? അതാണ് ജസ്റ്റിന്റെ അഡ്രസ്. നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നോ അതൊക്കെ ഒപ്പിച്ചിട്ട് വാ. അല്ല സാറിന്. നീ പോയിട്ടോ? ഓക്കെ സാർ. ജസ്റ്റിൻ, യെസ്. ഞാൻ ജിമ്മി തോമസ്, ജേർണലിസ്റ്റ് ആണ്. എന്താ? പേടിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ. എനിവേസ്, താങ്കൾക്ക് ഋഷി അറിയാവോ? ഏത് ഋഷി? ഋഷിവർദ്ധൻ. അറിയാം. എങ്ങനെ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതായിരുന്നു. കോളേജിൽ അവൻ എന്റെ സീനിയറും. അങ്ങനെ അറിയാം. ഓക്കെ. ഋഷിയുടെ ഭർത്താവിനറിയോ? ഇല്ല. ഋഷി കല്യാണം കഴിച്ചതായി ഓർക്കുന്നുണ്ടോ? ഇല്ല. You are lying. Prove it. പാർത്ഥിവിനെ കുറിച്ച് അറിയാനോ? എനിക്ക് അയാളെ അറിയില്ല. നിങ്ങൾ പിന്നെ എന്തിന് പാർത്ഥിവുമായുള്ള കോണ്ടാക്ട് കട്ട് ചെയ്തു? 7 കൊല്ലം മുന്നേ അയാളെ ഋഷിയുടെ ഹോം നേഴ്സ് ആക്കിയത് താനല്ലേ? താൻ പ്രത്യേകമായി ഋഷി കിടപ്പിലായപ്പോൾ കരഞ്ഞ് സോറി പറഞ്ഞതും ഋഷി എഴുതിയ ഡയറിയിൽ ഞാൻ വായിച്ചു. എന്തിന്? താനും പാർത്ഥിവും തമ്മിൽ എന്താ ബന്ധം? ജേർണലിസം. അതേ ചോദ്യങ്ങളിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പാർത്ഥി, താൻ പതി അറിഞ്ഞോളൂ. ഒന്ന് മാത്രം പറയാം, അധികം അവനോട് അടുക്കാൻ നിൽക്കണ്ട. ആരോടും ദയ കാണിക്കാത്ത പിശാചാണവൻ. കൂടുതൽ കളിച്ച നിന്റെ പൊടി പോലും അവൻ വെച്ചേക്കില്ല. അത്രയ്ക്കും ഭ്രാന്തുള്ളവനാണ് അവൻ. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ അവനിൽ നിന്ന് അകന്നത്. അപ്പോ താനൊരു പാവം മനുഷ്യനെ ആ മൃഗത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുത്തു അല്ലേ? തനിക്ക് വേണമെങ്കിൽ അങ്ങനെയും പരാമർശിക്കാം. ഐ ഡോണ്ട് കെയർ. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചോളൂ. അകത്തേക്ക് കയറട്ടെ ചേട്ടായി? നീ ഇനി അങ്ങനെ എന്നെ വിളിക്കരുത്. അന്ന് തീർന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇനി എനിക്ക് നിന്റെ കൂടെ മുന്നോട്ട് പോവണ്ട. പക്ഷെ നിങ്ങളെ എന്നെയും തപ്പി കുറച്ചു പേര് ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ പശ്ചാത്തപിച്ച് താനത് അവരോട് പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പണ്ടേ ആവായിരുന്നു. നിന്റെ ഭ്രാന്ത് മൂലം എത്ര പേരാ നശിച്ചെന്നറിയോ? എനിക്കിപ്പോ എന്റെ ഋഷി എന്റെ പക്കല് തന്നെയുണ്ട്.
എന്നെ മാത്രമേ ഋഷിക്ക് വേണ്ടുള്ളൂ. എന്നെ മാത്രമേ ഋഷി എന്തിനും വിളിക്കുള്ളൂ. എണീക്കാനും ഇരിക്കാനും നടക്കാനും തുപ്പാനും കുളിക്കാനും എന്തിനും. അവനൊന്ന് ചലിക്കണമെങ്കിലും ഞാൻ വേണം. അവന് സുഖം കൊടുക്കുവാനും ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ പുഞ്ചിരിക്കണമെങ്കിൽ പോലും ഞാൻ വേണം. അത് മാത്രം മതി ഇനി മുന്നോട്ടും. യു വിൽ പേ ഫോർ ദിസ് പാർത്ഥിവ്. നീ മാറിയില്ലെങ്കിലും നിന്നെ ഒരു പാഠം ആരെങ്കിലും പഠിപ്പിക്കും. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ കർത്താവേ. എന്തായി ജിമ്മി? എന്ത് സാർ, പുള്ളി പാർട്ടിയെ സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞു. ഓൾസോ ഹി കട്ട് ഐസ് വിത്ത് ഹിം. അതിനെന്തോ വശപ്പിശകുണ്ടല്ലോ. ഇത്രയും സൈക്കിക്കായ ഒരുത്തൻ എങ്ങനെ നേഴ്സായി എന്നാ ഞാൻ ആലോചിക്കണേ. ഇയാളെ പേര് കേസൊന്നുമില്ലേ? ഇല്ല, ഒന്നും ചെയ്യാത്തയാള്. നമുക്ക് സംശയിക്കാനല്ലേ പറ്റുള്ളൂ. സാർ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ടേ. ആ പറഞ്ഞേനെ. ആ മെഡിസിൻസ് നെർവസ് സിസ്റ്റം റിക്കവറിക്ക് വേണ്ടിയുള്ളതാണ്. ഓൾസോ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുമില്ല. വാട്ട്? നീ അയച്ച പിക്കിലെ സെയിം ടാബ്ലറ്റ്സ് ആണ് നീ എനിക്ക് തന്ന സാമ്പിൾ ടാബ്ലറ്റ്സും. എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പിൽസ് പിന്നെന്തിനവൻ? ഹലോ ഹലോ ജിമ്മി, ഞാൻ പിന്നെ വിളിക്കാൻ തന്നെ. പാർട്ടിയുടെ കുളിക്കാൻ നീ കുടിക്കുന്ന ടാബ്ലറ്റ്സ് എവിടെ? നിന്റെ മരുന്നുകള് അത് ഷെൽഫിൽ. ജിമ്മി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ റിസ്ക് എടുക്കണേ. അവനിതറിയരുത്. Game starts now. എന്താ ജിമ്മി? നമ്മളന്ന് മീറ്റ് ചെയ്ത കഫേയിലൊന്ന് വാ. ഓക്കേ. ഐ എം സോ സോറി മേന. നിങ്ങൾ നല്ലോണം ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ. എനിക്ക് മനസ്സിലാകും ജിമ്മി, ബട്ട് ഇപ്പൊ എന്താ എമർജൻസി? ഈ ടാബ്ലറ്റ് അതും മറ്റേ ടാബ്ലറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണല്ലോ. വാട്ട്? ഇത് ആക്ച്വലി നീ എന്ന് തന്ന ഡൽഫംപ്രിഡൈനുമായി കാണാൻ നല്ല സാമ്യമുണ്ട്. ബട്ട് ഈ ടാബ്ലറ്റിൽ ഇംപ്രിന്റ് കണ്ടു 500 എന്നാ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സപ്ലിമെന്റ്. അത് വൈറ്റമിൻ ടാബ്ലറ്റ്സിന്റെ ഡോസ് കാണിക്കാനാ. മീൻവെൽ നീ അന്ന് തന്ന ടാബ്ലറ്റ്സിൽ WPI 2533 അങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ അത് ഡാൽഫംപ്രിഡൈൻ യൂസ്ഡ് ഫോർ സ്പൈനൽ ഇഞ്ചറി റിക്കവറി. By connecting the dots, somebody swapped the tablets. Somebody അല്ല, his trusted one. നീ ഇത് പോലീസിൽ പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയണം. Stay safe, Jimmy. Thank you so much, Nana. Bye for now. Damn it! It was party all along. Fuck! ഞാൻ ഈ ചോദിക്കുന്നത് might be personal, but ഋഷിക്കിനി നടക്കാൻ പറ്റുമെന്ന് വല്ല ഹോപ്പുണ്ടോ? I don't think Rishi is. Hey, Parthi, it's okay. അല്ല, if you are comfortable enough, I am okay. ഇത്രയും തവണ പല ഡോക്ടേഴ്സിന്റെയും തെറപ്പിസ്റ്റിനെയും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒറ്റ സ്വരത്തിൽ ഞാൻ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. They saw the hope in me. 45% എനിക്ക് നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷെ എത്താൻ സമയമെടുക്കും. But it's been about 7 years. I'm slowly losing my hope. I'm sorry. It's fine. So these all were because of Parthiv. Oh, Tintin. നമ്മുടെ ഓൾഡ് സ്പോട്ടിലേക്ക് വാ. I got many other works to do. It's urgent. ആ ഹിറ്റ് ആൻഡ് റൺ ആക്സിഡന്റ് കേസിനെ കുറിച്ചാ. ഇവിടെ തന്നെ എന്നെ വരുത്താൻ എന്താ? പഴയ കാര്യങ്ങൾ അയവർക്കാനാണോ? തോന്നുന്ന സമയത്ത് ഇഷ്ടപ്പെടാനും തോന്നുന്ന സമയത്ത് വലിച്ചെറിയാനും ഞാൻ തന്റെ പാവക്കുട്ടിയല്ല. 3 കൊല്ലത്തോടടുത്തു ആ സത്യം എനിക്ക് മനസ്സിലാക്കുവാൻ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ലേബലില്ലായിരുന്നു. കാമുകനാണോ, സിറ്റുവേഷൻഷിപ്പാണോ, ഫക്ടോയാണോ? അല്ല, ഫക്ടോയായിരുന്നു തനിക്ക്. പക്ഷെ ഞാൻ വേറെന്തോ കരുതി കൂട്ടി വെച്ചു. അതന്ന് ഞാൻ തന്നോട് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ താനിപ്പോഴും എന്നെ ആ പഴയ ജസ്റ്റിനായി തന്നെ കാണുന്നേ. തന്റെ ഒരു സ്വരത്തിൽ, ഒരു ശ്വാസത്തിൽ അറിയാതെ അനുസരിച്ചു പോകുന്ന ജസ്റ്റിൻ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ജസ്റ്റിൻ. ആ സമയം തന്നെ വേറെ പലതും സംഭവിച്ചു. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം വേദന ജസ്റ്റിൻ അനുഭവിച്ചു.
മടുത്തിട്ടാ ഞാൻ ഇവിടുന്ന് പോയത്. ചില കാര്യങ്ങൾ തീർക്കാനായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ അത് എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. താനുമായുള്ള ബന്ധം, എന്റെ അമ്മ ഒക്കെ പോയി. ഷസ്റ്റേ, വിളിക്കരുത്. ഇപ്പൊ ഞാൻ ഒരു ജീവൻ അല്ല 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് തന്നെ വിളിച്ചത്. ഋഷി, ഋഷി. എന്താ ജമ്മി? ഋഷിയുടെ അവൻ ഇറങ്ങുവാ. എനിക്ക് ഋഷിയോട് സംസാരിക്കണം. എന്ത്? അത് ഞാനറിയാതെ നീ ഋഷിയും തമ്മിൽ എന്താ? അത് നീ വിചാരിക്കും പോലെ. So, now you know me about me, right? ഞാൻ തന്നെയാ ഋഷിയുടെ ബിൽസ് സ്വാപ്പ് ചെയ്തത്. You know why? Because ഋഷി നടക്കാൻ തുടങ്ങിയാലേ അവൻ വീണ്ടും എന്റെ അടുത്തുനിന്ന് മാറിപ്പോ. I don't want that. I need him with me all the time. You insane creature? Insane? No. Call me obsessed. I'm obsessed and devoted to him. Devotion മനസ്സ് ശുദ്ധമാര് ചെയ്യുന്നതാ, നിന്നെപ്പോലെ ചെകുതമാര് ചെയ്യുന്നതല്ല. I don't care what you and others think about my love to him, my obsession to him. Rishi will always be Parthiv's and Parthiv's only. അവനെ എന്റേത് മാത്രാണ്. Parthiv, are you out of mind? No, I'm just like this. ഇത് ഞാൻ സമ്മതിക്കില്ല. ഋഷിയെ ഞാൻ നിന്നെപ്പോലുള്ള മൃഗത്തിന് വിട്ടുകൊടുക്കില്ല. He deserves better. അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ? അന്ന് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതും നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഈ ഞാനാ. നീ ഒരു മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റി. നിന്നെ വന്ന് അന്നേ തീർക്കണമായിരുന്നു. Rishi is only mine. ആർക്കും അവനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. Never. ഋഷി, അതൊക്കെ തുറക്ക് ഋഷി. നീ എന്റെ അല്ലേ ഋഷി? Open the door. You are insane. ഞാൻ തുറക്കില്ല. Insane? ആര് insane? ഞാനോ ഋഷി? ഋഷി? അടുക്കരുത്. അയ്യോ ഋഷി, അങ്ങനെ പറയല്ലേ. I want you ഋഷി. എനിക്ക് നീ എപ്പോഴും എന്റെ കൂടെ വേണം. You are an evil person. നീ എന്റെ സ്നേഹം അർഹിക്കുന്നില്ല. No, you can't say that. No, ഞാൻ എന്റെ കൂടെ വരും. മരണത്തിന് പോലും നിന്നെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കില്ല. ഇതിനു മുമ്പ് ഞാനത് തന്നെയല്ലേ ചെയ്ത്? നിന്നെ സ്ഥിതിയിലാക്കിയത് ഞാനാ. അന്ന് ആ വണ്ടി എടുത്ത് ഇടിച്ചത് അതും ഞാനാ. Elena doesn't deserve you. You only deserves to me. Me only. അവളുടെ സ്വഭാവം കണ്ടില്ലേ? നിനക്ക് നടക്കാൻ പറ്റാതെ വന്നപ്പോ അവള് നിന്നെ ഇട്ടിട്ട് നിന്നെ വിഷമിപ്പിച്ചത് അവളല്ലേ?
ഞാനുണ്ടായിരുന്നേ നീ ഇത്ര വിഷമിക്കുവോ? അവളെയും കൊന്നു. ഞാൻ അവളെയും കൊന്നു. ആർക്കും അറിയില്ല. അവളെവിടെ പോയിന്ന്? നിന്നെ ആരൊക്കെ ശല്യപ്പെടുത്തിയോ അവരൊക്കെ ഞാൻ കൊന്നു കളഞ്ഞു. നിനക്ക് വേണ്ടി. എല്ലാം എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്ത ഋഷി. 13 വയസ്സ് തൊട്ടേ നീ എന്റെയാ. എന്റേത് മാത്രം. You're a monster, Pati. No! 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 ഞാൻ monster അല്ല. I just love you. No! I'm devoted to you, Rishi. You can't say that. നമ്മളില്ല കാര്യം ഈ കാരണം കൊണ്ടോ അവര് ലോകത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. Because I only deserve your attention, Rishi. നീ എന്നെ ഈ ഭൂമിയിൽ സ്വീകരിക്കില്ലേ? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാ ഋഷി. നോ ഋഷി, എന്റെ പാർത്തിയെ ഋഷി വിളിക്കണേ. വാ വാ. ഇല്ല, ഒരുമിച്ച് പോവാലോ, നമുക്കൊരുമിച്ച് പോവാലോ. പാർത്തി, no. I love you, Rishi. Stay. അവൻ ഡേഞ്ചറസ് ആണ്. അയാൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നതെന്ന് ആർക്കും തോന്നില്ല. അത്രയ്ക്കും വെൽ ബിഹേവ്ഡ് ആയിരുന്നു. മനുഷ്യനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. താനെങ്ങനെ രക്ഷപ്പെട്ടു? പാർത്ഥിവിന്റെ ബിഹേവിയറൽ ചേഞ്ച് കാണുമ്പോഴേക്ക് ഞാൻ SOS ഗിരി സാറിന് അയച്ചിരുന്നു. വീണ ആഘാതത്തിൽ എന്റെ പോക്കറ്റിലുള്ള റെക്കോർഡർ ഓണുമായി. അതെല്ലാം പകർത്തിയെടുത്തു. നല്ലൊരു തെളിവുമായി അത്. ഇന്നലെയല്ലേ അയാളുടെ വിധി വന്നത്? പാർത്ഥിവിന്റെ കൊലപാതകങ്ങൾ എല്ലാം മെന്റൽ ഡിസോർഡറുള്ള സമയത്ത് ചെയ്തതെന്ന് തെളിഞ്ഞതുകൊണ്ട് ജയിൽവാസമില്ല. പകരം അവൻ ഭേദമാവുന്നത് വരെ മെന്റൽ ഹോസ്പിറ്റലില്. ഋഷി അവനൊന്നും വേണ്ടുന്നില്ല. പക്ഷെ അവനെ പാർത്തി വിടാൻ ഉദ്ദേശമില്ല. പാർത്തി എല്ലാം മറന്നു. ആടിയുടെ ആഘാതത്തിൽ അവനൊക്കെ മറന്നു. ഋഷിയെ ഓർമ്മയില്ല. ഗിരി സാറിന് അവനങ്ങനെ തടയാൻ പറ്റുള്ളൂ. അയ്യോ, ഒരു വലിയ സീരിയൽ കിളർന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് ഗിരി സാറിന് വലിയ വിലയായി. ഋഷി ഇത്ര കാലം കൊണ്ടു നടന്നത് അവനായതുകൊണ്ടും അവനെല്ലാം മറന്നതുകൊണ്ടും ഋഷിക്ക് പാർത്തി വിടാൻ തീരുമാനിച്ചില്ല. പാർത്തി ആരെ കുറിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്നു അയാളെ തന്നെ അവൻ മറന്നു. ഋഷി അപ്പൊ നടക്കാൻ തുടങ്ങിയല്ലേ? അന്ന് പാർത്തി കൊല്ലാൻ നോക്കിയപ്പോഴേ രക്ഷപ്പെടാൻ വേണ്ടി ഋഷി ബെഡിൽ നിന്ന് ചാടിയതാ. ശരിക്കുള്ള മെഡിസിൻസ് എടുക്കാൻ അവൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് നടക്കുന്നു. അങ്ങനെയാണല്ലേ? അപ്പൊ താനെടുത്ത ഇന്റർവ്യൂസ് അതൊക്കെയോ? അതിപ്പോ സീരിയലുകളെ ഡോക്യുമെന്ററി ആക്കാനാ പ്ലാൻ. ഇപ്പൊ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതും അതിന്റെ ഭാഗമായിട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിനക്ക് ബെസ്റ്റ് ജേർണലിസ്റ്റിന്റെ അവാർഡ്സിലൊക്കെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഓ ഓക്കെ. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാനൊരു മന്ത് ലീവ് എടുക്കാൻ പോവാ സാർ. ഇന്ന് വരെ എടുത്ത ക്ലിപ്സ് ഒക്കെ തരാം. കാരണം എനിക്കൊരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു റോളർ കോസ്റ്റർ പോലെയാണ് ജീവിതം. ചില ഓർമ്മകൾ നമ്മളെ മാറ്റിമറിക്കും. പിന്നീട് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തത് കിട്ടിയോ അതൊന്നും ഒന്നുമല്ല എന്നൊരു തോന്നലാവും. ഹായ് പാർത്ഥിവ്. ആരാ? ഐ എം ഋഷിവർദ്ധൻ. ഋഷി, പാർത്തി ഓക്കെ അല്ലേ? അവൻ പഴയ പാർത്തിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഒന്നേ നിന്ന് തുടങ്ങടാ, ജീവിതല്ലേ. നിനക്ക് എന്തായാലും അവനെ വിടാൻ പറ്റില്ലല്ലോ.
എങ്ങനെ വിടാനാ ജസ്റ്റിൻ? ഭ്രാന്തായിരുന്നെങ്കിലും അവൻ എന്നെയല്ല സ്നേഹിച്ചത്. ഇറ്റ്സ് ഓക്കെ ഋഷി, കരയാനുള്ള സമയമല്ല ഇത്. അല്ല, അപ്പൊ അന്ന് വണ്ടി ഓടിച്ചത് ചേട്ടനല്ലേ? അല്ല, ഞാൻ ഫ്രണ്ടിന്റെ കാർ എടുത്ത് പോയായിരുന്നു. ഇവൻ എന്നോടൊന്നും പറയാതെ എന്റെ കാർ എടുത്തിട്ട് പോയത്. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയമായിരിക്കും ഞാൻ വീട്ടിലെത്തിയത്. അന്നേരം അവൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ അവൻ ഭീഷണി. നിന്റെ ഹോം നഴ്സാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞതോ അവൻ തന്നെ. നീ കോളേജിൽ പോയപ്പോ തൊട്ട് തുടങ്ങിയ 10 കൊല്ലത്തോളമുള്ള പ്ലാനിങ് ആയിരുന്നു ഇതൊക്കെ. ഒരാൾക്ക് ഇത്രയും അധികമായാൽ അമൃതം വിഷം, അങ്ങനല്ലേ പറയാറ്. ഞാനെന്നാ പോട്ടെ. ആ കേറുന്നില്ലേ? എന്തിനാ? കേസ് കഴിഞ്ഞില്ലേ? ഇത് വേറൊരു കേസാ. ഏ? കേരള കുറെ കണക്ക് ഓർക്കാറുണ്ട്. പോവാം. എവിടേക്ക്? നമ്മുടെ പുതിയ വീട്ടിലേക്ക്. അതിനു മുന്നേ നമുക്കൊന്ന് ബീച്ചിൽ പോവാം. ഞാൻ അത്രയും ദുഷ്ടനായിരുന്നോ? എന്നോടായിരുന്നില്ല. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവുന്നു. എനിക്കും അറിയില്ല പാർത്തി. ഒരു പക്ഷേ നീ എന്നെ മറന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ലായിരുന്നു. കോടതിയും ഡോക്ടേഴ്സും നീ ഒരു പുതിയ ആളായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ. പുതിയ ആളായ എന്നെ വീണ്ടും എന്തിനാ ഋഷി ഭർത്താവാണെന്നും പറഞ്ഞ് നടക്കണേ? ഞാൻ വിശ്വസിക്കുന്നത് എത്രയൊക്കെ ഓർമ്മ മാഞ്ഞു പോയാലും ഹൃദയം അതെപ്പോഴും ഓർത്തിരിക്കും. എന്റെ ഹൃദയത്തിന് നിന്നെ മറക്കാൻ കഴിയില്ല. ഐസ്ക്രീം വേണോ? ആ, ക്യാഷ്. ഓക്കെ. ഹേയ് ഹാൻസം, ഗോഡ് നോട്ട് അഗൈൻ. തന്നെ കാണാൻ നല്ല രസമുണ്ട്. No, not interested. അതെന്താ? I'm married. ഓ, താൻ കല്യാണം കഴിച്ചതാണോ? സോ ആർ യു ലുക്കിംഗ് ഫോർ ഓപ്പൺ റിലേഷൻഷിപ്സ്? ഉണ്ടോ ഋഷി? ഓപ്പൺ റിലേഷൻഷിപ്സ് നോക്കുന്നുണ്ടോ? ഇല്ല, he's my one and only husband. ഓക്കെ, യുവർ ലോസ്. നിനക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ. എന്ത് താല്പര്യം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അതൊരു ഭർത്താവേ ഉള്ളൂ, അത് നീയാ. ടി വി വെക്കട്ടെ പാർത്തി? ആടാ. ന്യൂസ് വെക്കട്ടെ? മേങ്ങാറ്റൂരിൽ ഓവുചാലിൽ നിന്നും യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു. മുഖം വികൃതമായതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. പാർത്തി, നമ്മൾ ഇവിടുന്ന് പോവാ ന്യൂസിലാൻഡിലേക്ക്. മറ്റന്നാളാണ് ഫ്ലൈറ്റ്സ് ആവും. എല്ലാം പാക്ക് ചെയ്തേക്ക്. എന്നാ വേഗം ഒരുങ്ങ്, സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? SP ഗിരിധർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തി നടപടിയെടുക്കുന്നതാണ്. പേടിയാവുന്നുണ്ടോ പാർത്തി? ചെറിയ തോതിൽ, പക്ഷെ ഞാൻ ഓക്കെയാണ്. ആ പാർത്തി, എന്താ ഋഷി? always remember, I love you. ജസ്റ്റിനെ, ആ ചെക്കൻ ഏതാ? അത് പാർത്ഥേവ് ശിവ, നമ്മുടെ ജൂനിയറാ. ഓ, ഓക്കെ. You're mine, പാർത്തി. സോറി, എന്തെങ്കിലും പറ്റിയോ? ആ, പാർത്ഥിക്ക് നിന്നെ ഇഷ്ടം. നിനക്കെന്താ അഭിപ്രായം? തൽക്കാലം എനിക്ക് താല്പര്യമില്ല. നിനക്കറിയാലോ വീട്ടിലെ സിറ്റുവേഷൻ. പാർത്ഥി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല, എനിക്ക് ഋഷിയെ വേണം. എനിക്ക് ഋഷിയെ മതി.
അവന് വേറൊരു പെണ്ണിനെ ഇഷ്ടമെന്ന്. എനിക്കറിയണം നീ എത്രത്തോളം എന്നെ കിട്ടാൻ വേണ്ടി പോകുമെന്ന്. ഋഷി ഏറെ ചക്കൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാ. വൃത്തിയോട് പറയണം. അന്ന് അവന് നാണം ഇല്ലാണ്ടായി വരിക. മോനെ നീ ഒറ്റക്കായല്ലോടാ. അതാണല്ലോ എനിക്ക് വേണ്ടത്. നീ എനിക്ക് വേണ്ടി വന്നു അല്ലേ? ഋഷി, ഐ ലൈക്ക് യു. എനിക്ക് നിന്നെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. Yeah, let's go for it. No! ഋഷി എന്റേത് മാത്ര. Why did you stop? ഇത്ര മതി. No, I can't hurt him. എന്നെ കിട്ടാൻ വേണ്ടി ഏതറ്റവും നീ പോകുമല്ലേ? Rishi, I don't even know if you like me. So let's break up. നീ എന്റെ പണം കൊതിച്ചു വന്നവളാ. ഞാൻ തരില്ല എന്ന് കണ്ടതുകൊണ്ടും ഞാൻ പാരലൈസ്ഡ് ആയി എന്നറിഞ്ഞതുകൊണ്ടും അല്ലേ? ഇനി പറഞ്ഞിട്ടെന്താ? ശരിയാ അല്ലല്ലോ. നിന്നെ കൊണ്ട് എന്താ ഉപകാരം ഉണ്ടായിട്ടില്ല എനിക്ക്? സോറിടാ. സോറി. നീ കാരണം അത് ഞാൻ എനിക്ക് വേണ്ടി ഒരു നഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹി വിൽ ലുക്ക് ആഫ്റ്റർ യു. ദിസ് ഇസ് പാർത്തി. ഋഷി. Nice to meet you, sir. വെൽക്കം ബേബി ടു മൈ വേൾഡ്. You deserve to die, bitch. അയ്യോ, look at you, എലീന. നീ എന്തിനാ എന്റെ ജീവിതത്തിൽ കയറി വന്നേ? നിനക്കെന്റെ പണം അല്ലായിരുന്നു വേണ്ടത്. You thought I'm paralyzed. You silly. എനിക്കെന്റെ പാർട്ടിയുടെ ലിമിറ്റേഷൻ അറിയണമായിരുന്നു. Turns out he got none. പക്ഷെ പാവം, അവൻ എങ്ങനെ ഒളിപ്പിക്കണമെന്നറിയില്ല. പക്ഷേ അവന് ഞാനുണ്ടല്ലോ. എലീനയുടെ തിരോധാനം ഞെട്ടിക്കുന്നതാണ്. പോലീസിന് പ്രതിയെ പോയിട്ട് ബോഡി പോലും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 3 മാസമായി അവളെ കാണാതായിട്ട്. അവളുടെ കാര്യം ഇനി എന്തിനാ ആലോചിക്കണേ? ഋഷിയുടെ കാര്യം നോക്കിയാൽ പോരെ? അതെന്താ, പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? I really want to pin you down and fuck you hard. അഞ്ചു കൊല്ലം ഒരു രസമുള്ള ലൈഫിന് എനിക്ക് കാണണം പാർത്തി ഇനിയും എത്ര ദൂരത്തോളം എനിക്ക് വേണ്ടി പോകുന്നു. I'm so sorry കിറ്റി. പാർത്തി നിന്നെ ഇന്നില്ലാണ്ടാക്കും എനിക്ക് വേണ്ടി. ഇന്നലെ ഇവിടെ ഉള്ളൊരു കറുത്ത പൂച്ചയെ കൊന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആസ് എക്സ്പെക്റ്റഡ്. എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്ത ഋഷി. 13 വയസ്സ് തൊട്ടേ നീ എന്റെയാ. And I love you for it. We reached. Let's go. As much as I love you, I am also that much obsessed and devoted.